ഈ ഒടുവിലത്തെ മിനിറ്റുകളിൽ ഇന്ന് രാത്രിയിലത്തെ ഈ ആത്മീക ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവിന്റെ കനത്ത പ്രവൃത്തി നമ്മുടെ നടുവിൽ നടക്കേണ്ടതിന് നമുക്ക് ആത്മാർത്ഥമായ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഒരു മടങ്ങിവരവിന്റെ രാത്രിയായി ഇന്ന് രാത്രിയെ ദൈവാത്മാവ് തീർക്കേണ്ടതിന് ആത്മഭാരത്തോടെ പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥനയുടെ ശബ്ദം ദൈവസിംഹാസനത്തിങ്കിലേക്ക് ഉയരുന്ന രാത്രിയായി തീരട്ടെ. ദൈവത്തിന് സ്തോത്രം. പരസ്യ ജീവിതത്തിന്റെ മാന്യതയേക്കാൾ രഹസ്യ ജീവിതത്തിന്റെ വിശുദ്ധിയിലേക്ക് മടങ്ങി വരത്തക്ക വിധം നമ്മുടെ തറവാട് ഇവിടെയല്ലെന്നും നമ്മുടെ വീട് നിത്യവീടാണെന്നുള്ള ബോധ്യത്തിലേക്ക് ദൈവാത്മാവ് നമ്മെ പണിതെടുക്കുന്ന രാത്രിയായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് കഴിഞ്ഞ രാത്രിയിൽ ഇന്ന് പകലിൽ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്തിന്റെ തുടർച്ചയായി ഇന്ന് രാത്രിയിൽ വീണ്ടും നമ്മോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരും ദൈവവചനത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാം. ആമോസിന്റെ പ്രവചനം 4-ാം അധ്യായം അതിന്റെ 12-ാമത് വാക്യവും, ആമോസിന്റെ പ്രവചനം 4-ാം അധ്യായം അതിന്റെ 12-ാമത് വാക്യവും, മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 44-ാമത് വാക്യവും ശബ്ദമുയർത്തി വായിച്ച് സഹായിക്കാം. അതുകൊണ്ട് ഇസ്രായേലേ, ഞാൻ ഇങ്ങനെ നിന്നോട് ചെയ്യും. ഇസ്രായേലേ, ഞാനിത് നിന്നോട് ചെയ്യുവാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. മത്തായി സുവിശേഷം 24:44. അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പിൻ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടച്ച് തലകളെ വണക്കി പ്രാർത്ഥിക്കാം. എല്ലാ ഹൃദയങ്ങളിലും പ്രാർത്ഥനയുടെ ശബ്ദം ദൈവസന്നിധിയിലേക്ക് ഉയരട്ടെ. എന്റെ പിൻപിലിരിക്കുന്ന കർത്തൃദാസന്മാരും എന്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കളും ഒരുമിച്ച് പ്രാർത്ഥനയിൽ പോരാടുക. ഈ രാത്രിയിൽ കർത്താവ് ചില കണ്ണുകൾ തുറക്കുന്ന രാത്രിയായി തീരട്ടെ. ഈ രാത്രിയിൽ ദൈവകരം ഇവിടെ ഉയരുന്ന രാത്രിയാകട്ടെ. പരിശുദ്ധാത്മാവ് ശക്തിയോടെ പ്രവഹിക്കുന്ന രാത്രിയായി തീരേണ്ടത് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പ്രിയ പിതാവേ, സാധുക്കളും ഏഴുകളും മൺകീടങ്ങളും ബലഹീനരും അയോഗ്യരും അപാത്രരുമായി കിടന്ന ഞങ്ങളെ തിരുമേനിയുടെ സ്നേഹത്താൽ വിടുവിച്ചടുപ്പിച്ച് ദൈവപുത്രന്റെ രക്തത്താൽ കഴുകി വിശുദ്ധീകരിച്ച് ദൂതന്മാർക്ക് പോലും സംബോധന ചെയ്യുവാൻ അധികാരമില്ലാത്ത നിലയിൽ അപ്പച്ചായെന്ന് വിളിപ്പാൻ പുത്രത്വത്തിന്റെ അധികാരവും പദവിയും നൽകി അലങ്കരിച്ച തിരഞ്ഞെടുപ്പോർത്തിയങ്ങൾ തിരുമേനിക്ക് സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ പാദപീഠത്തിൽ ഞങ്ങൾ ഇന്ന് രാത്രിയിൽ കൂടി വന്നിരിക്കുന്നു. മുറിവേറ്റ കരം ഇന്ന് രാത്രി ഈ ആലയത്തിൽ ഇറങ്ങി വന്നിരിക്കുന്നത് കൊണ്ട് സ്തോത്രം. ജീവന്റെ അപ്പമായ തിരുവഴുത്തുകളെ അവിടുത്തെ കരങ്ങളിൽ എടുത്ത് ഇന്ന് രാത്രിയിൽ ഞങ്ങൾക്ക് മുറിച്ചു വിളമ്പി തരണമേ. ഞങ്ങൾ പകർച്ചകളോടെ ഭവനങ്ങളിലേക്ക് മടങ്ങുന്ന മറക്കാൻ കഴിയാത്ത രാത്രിയാക്കണമേ. ദൈവാത്മാവത് ചെയ്യുവാൻ തുടങ്ങുന്നത് കൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ കരമുയർത്തി നമുക്ക് ഒരിക്കൽ കൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. വളരെ പ്രാധാന്യം അർഹിക്കുന്ന തികച്ചും ഗൗരവമേറിയ വേദഭാഗമാണ് തുടർച്ചയായി നാം ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിന്റെ ചരിത്രത്തിലെ സമൃദ്ധിയുടെ കാലഘട്ടം, വ്യാപാരം കൊഴുക്കുകയും ഭൗതിക സമ്പത്ത് വർദ്ധിക്കുകയും ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ തെറ്റായ ഒരു സുരക്ഷിതത്വ ബോധം സമൂഹത്തിൽ വ്യാപിച്ചിരിക്കുന്ന സമയം, ദൈവവചനത്തിന് മുൻപിൽ ദൈവത്തോടുള്ള ഭയം നഷ്ടപ്പെട്ട ഒരു തലമുറ. കർത്താവിന്റെ ദാസൻ ആമുഖമായി ഓർപ്പിച്ചതുപോലെ കണക്കിന് യാഗങ്ങളും കർമാചാര അനുഷ്ഠാനങ്ങളും ഒക്കെ നടക്കുന്നുണ്ടെങ്കിലും ആന്തരികവുമായി ദൈവവുമായി ഒരു ബന്ധമില്ലാത്ത സമൂഹം വളർന്നിരിക്കുന്ന സാഹചര്യം, ജനത്തിന്റെ ആരാധനയിൽ അനുഷ്ഠാനങ്ങളിൽ വെളിപ്പെടുത്തുന്ന ഭൗതിക സമൃദ്ധിയല്ല, വ്യക്തിപരമായി ദൈവത്തോടുള്ള ബന്ധമാണ് ദൈവത്തിന് ഏറ്റവും ഏത് കാലത്തും വലുത്. അതുകൊണ്ട് തന്നെ ആ ജനത്തിന്റെ മടങ്ങിവരവിന് വേണ്ടി ഒന്നിനു പുറകെ ഒന്നായി ദൈവം അനർത്ഥങ്ങൾ അയച്ചു. അനർത്ഥങ്ങൾ പലതയച്ചെങ്കിലും മടങ്ങി വരുവാൻ അവർ മനസ്സ് കാട്ടിയില്ല. ആദ്യമായി ദൈവാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നു, ഞാൻ നിങ്ങളുടെ ഇടയിൽ ക്ഷാമം അയച്ചു, എങ്കിലും നിങ്ങൾ എന്റെ അടുക്കിലേക്ക് മടങ്ങി വന്നില്ല. ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് ഇതാ കനത്ത വരൾച്ച അയച്ചു, നിങ്ങൾ എന്റെ അടുക്കിലേക്ക് മടങ്ങി വന്നില്ല. ഞാൻ നിങ്ങളുടെ അടുക്കൽ മഹാമാരി അയച്ചു, രക്തച്ചൊരിച്ചിൽ സംഭവിച്ചു, പക്ഷേ നിങ്ങൾ എന്റെ അടുക്കിലേക്ക് മടങ്ങി വന്നില്ല. ഞാൻ നിങ്ങളുടെ ഇടയിൽ അതിഭയങ്കരമായ പ്രകൃതി വ്യതിയാനങ്ങൾ അയച്ചു, നിങ്ങൾ എങ്കിലേക്ക് മടങ്ങി വന്നില്ല. ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് ഉന്മൂലനാശം അയച്ചു, നിങ്ങൾ എങ്കിലേക്ക് മടങ്ങി വന്നില്ല. അതുകൊണ്ട് ഇസ്രായേലേ, ഞാൻ ഇത് നിന്നോട് ചെയ്യും. എന്താണ് സംഭവിക്കാൻ തുടങ്ങുന്നത്? ദൈവത്തിന്റെ കരം അവർക്ക്
നമുക്കെതിരെ കനത്ത മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഒരിക്കലും പരിഹരിപ്പാൻ കഴിയാത്ത വിധിക്ക് വേണ്ടി ഉയരുകയാണ്. ഒടുവിൽ ദൈവാത്മാവ് ഇങ്ങനെ രേഖപ്പെടുത്തി, ഞാനിത് നിന്നോട് ചെയ്യുവാൻ ഇരിക്കുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ഇന്ന് രാത്രി പറയട്ടെ, ഒരു പ്രത്യേക കാലഘട്ടത്തിലേക്ക് നാം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഏത് കാലഘട്ടത്തെക്കാൾ ദൈവത്തിന്റെ കരം ഈ തലമുറയ്ക്കെതിരെ എഴുന്നേൽക്കുന്ന കാലത്തേക്ക് ചരിത്രം എത്തിക്കഴിഞ്ഞു. ഇതിന് നടുവിൽ കരയുവാൻ ചില പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ ആത്മാവ് അന്വേഷിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. മനുഷ്യർക്കാർക്കും നിയന്ത്രിപ്പാൻ കഴിയാത്ത വിധത്തിൽ ദൈവത്തിന്റെ കരം ഈ തലമുറയ്ക്ക് മുൻപിൽ പ്രതികൂലമായി ഉയരുന്ന ഈ സാഹചര്യത്തിൽ കവിണു വീണ് നിലവിളിച്ച് അലറിക്കരയേണ്ടതിന് ആത്മഭാരമുള്ള ഒരുപറ്റം ആളുകളെ ദൈവം സഭയ്ക്കകത്ത് അന്വേഷിക്കുകയാണ്. ജനക്കൂട്ടത്തിന്റെ മനഃശാസ്ത്രം മനസ്സിലാക്കിക്കൊണ്ട് വൈകാരികതകളുടെ ആയിരക്കണക്കിന് വാട്ട് സിസ്റ്റത്തിന്റെ സൗണ്ട് തള്ളുന്ന പശ്ചാത്തലത്തിൽ ഒരുക്കുന്ന ആത്മീയ പ്രകടനങ്ങൾ, വൈകാരികമായ പ്രകടനങ്ങൾ ആത്മീയതയാണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒരു തലമുറയ്ക്ക് നടുവിൽ സ്വന്തം ജീവിതത്തെ ദൈവസന്നിധിയിൽ യാഗമാക്കത്തക്ക വിധം സമർപ്പണത്തിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രിയും ക്ഷണിക്കുകയാണ്. പരിശുദ്ധാത്മാവ് രാത്രി ചോദിക്കുന്നു, വ്യക്തിപരമായി ദൈവസന്നിധിയിൽ എന്നെ ഒരുക്കാൻ ഞാൻ ഏൽപ്പിച്ചു തരുന്നു എന്ന് പറയുവാൻ സമർപ്പണമുള്ള എത്ര പേർ രാത്രി ഇവിടെയുണ്ട്? നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് രാത്രി സംസാരിക്കാനായിട്ടുണ്ട്. ഏതൊരു കാലഘട്ടത്തെക്കാൾ പ്രത്യേകതയുള്ള കാലഘട്ടം. ഞാൻ പറയട്ടെ, നാം ആരെയാണ് എതിരേൽക്കാൻ പോകുന്നത് എന്ന ചിന്ത നമ്മുടെ മനസ്സിനെ ആഴത്തിൽ ഭരിക്കണം. കഴിഞ്ഞ രാത്രി ഓർപ്പിച്ചതുപോലെ മേഘം, അന്ധതമസ്, കൂരിരുട്ട്, വാക്കുകളുടെ ശബ്ദം, ഇവയിൽ കത്തിക്കാളുന്ന തീയിൽ പ്രപഞ്ച ചക്രവർത്തിയായ മഹാദൈവം ഇറങ്ങി വരുമ്പോൾ ഒരു മൃഗമെങ്കിലും പർവ്വതം തൊട്ടാൽ അതിനെ കല്ലെറിഞ്ഞ് കൊല്ലണം എന്ന കൽപ്പന കഠോരമായി നിലകൊള്ളുന്ന സമയം, അയ്യോ ഞാനും പേടിച്ചു വിറയ്ക്കുന്നു എന്ന് പറയത്തക്ക വിധം ആ കാഴ്ച ഭയങ്കരമായിരിക്കുമ്പോൾ ആ പർവ്വതത്തിന് മുകളിൽ വിറയാറുന്ന അന്തരീക്ഷത്തിൽ തീയിൽ ഇറങ്ങി വന്ന ദൈവത്തെയാണ് ആത്മനിറവ് പ്രാപിച്ച ദൈവമക്കൾ എതിരേൽക്കാൻ തുടങ്ങുന്നതെങ്കിൽ നാം ആരാധിക്കുന്ന ദൈവം ആര് എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിൽ ഭരിച്ചാൽ ഇരിക്കുന്ന ഇരിപ്പിൽ അനുതാപത്തിന്റെ കണ്ണുനീർ ഒഴുകാതെ ഇരിക്കുകയില്ല. കർത്താവിന് സ്തോത്രം. ഇത് രാത്രി ഞാൻ പറയട്ടെ, വന്ന് കൂടി കരങ്ങളടിച്ച് അന്യഭാഷയിൽ ദൈവത്തെ ആരാധിപ്പാൻ നാം ബാധ്യസ്ഥരാണ്. നമ്മുടെ അകത്ത് ദൈവശക്തി വ്യാപരിക്കുന്നുണ്ട്. എന്നാൽ ഹോരേബിൽ വെളിപ്പെട്ട ആ തീയുടെ വ്യാപാരം, സീനായിൽ മൂടിയിറങ്ങിയ ആ തീയുടെ വ്യാപാരം, അത് ഖേബാർ നദീതീരത്തേക്ക് ഇറങ്ങി വന്ന ആ തീയുടെ വ്യാപാരം മാത്രമല്ല, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പത്മോസിൽ ഇറങ്ങിയതുപോലെ ആ ആളത്വത്തിന്റെ തീയുടെ വ്യാപാരം, സെഹിയോൻ മാളിയമുറയിൽ കൊടും മുഴക്കത്തോടെ ഇറങ്ങിയ തീയുടെ വ്യാപാരം, അത് തന്നെയാണ് ഇന്ന് രാത്രി ഇതിനകത്ത് വ്യാപരിക്കുന്നത് എന്ന ബോധ്യം ദൈവജനത്തെ ഭരിച്ചാൽ നമുക്ക് കൈകെട്ടിയിരുന്ന് ഉറങ്ങാൻ പറ്റില്ല. അവന്റെ സാന്നിധ്യത്തിന് മുൻപിൽ നമുക്ക് അറിയാത്ത ദൈവഭയം വ്യാപരിക്കും. ദൈവത്തിന് സ്തോത്രം. അകത്ത് ദൈവ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുൻപ് മറ്റൊരു പശ്ചാത്തലത്തിൽപ്പെട്ട സഹോദരൻ ഇങ്ങനെ പറയുവാനായിട്ടിടയായി, നിങ്ങളുടെ ഇടയിൽ ഈ അന്യഭാഷയും ആത്മസ്നാനവും കാത്തിരിപ്പും ഒന്നും ആവശ്യമില്ല. കാത്തിരിപ്പിന് വല്ല താല്പര്യവും ഉണ്ടെങ്കിൽ അങ്ങ് സെഹിയോൻ മാളിയമുറിയിൽ പോയി കാത്തിരിക്കണം. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ദൈവത്തിന് സ്തോത്രം, ചരക്ക് കപ്പൽ അരിയുമായി തുറമുഖത്ത് വരാൻ കാത്തിരുന്നാൽ മതി, അവനവന്റെ വീതം വാങ്ങാൻ റേഷൻ കടയുടെ മുൻപിൽ പോകണ്ട എന്ന് പറയുന്ന ലോജിക്കാണിത്. പ്രിയപ്പെട്ടവരെ, സെഹിയോൻ മാളിയമുറിയിൽ ആത്മാവിന്റെ ചരക്ക് കപ്പൽ ഇറങ്ങാൻ നമ്മുടെ ആരുടെയും കാത്തിരിപ്പ് ആവശ്യമില്ല. എന്നാൽ നിന്റെ വീതം ഇന്ന് രാത്രിയിൽ പ്രാപിക്കാൻ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്താൽ നിനക്ക് നിന്റെ വീതം തന്ന് നിന്നെ നിറച്ച് വീട്ടിലേക്ക് അയപ്പാൻ അവന്റെ കരം ഇന്ന് രാത്രിയുടെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, നിഖ്യ വിശ്വാസ പ്രമാണം എല്ലാ ആഴ്ചകളും മാറി മാറി ചൊല്ലിക്കൊണ്ടിരുന്ന ഒരു സമൂഹത്തിന് മധ്യത്തിൽ നിന്നാണ് നാമൊക്കെ വേർപെട്ട വിശ്വാസ സത്യങ്ങളിലേക്ക് ഇറങ്ങിയത്. പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും നിബ്യന്മാരും സ്ത്രീകന്മാരും മുഖാന്തരം സംസാരിച്ച ജീവനും വിശുദ്ധിയുമുള്ള ഏക റൂഹായിലും ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് ചൊല്ലിക്കൊണ്ടിരിക്കുന്നവരുടെ മധ്യത്തിൽ നിന്നും അതിനെ ഞങ്ങൾ പ്രാപിച്ചിരിക്കുന്നു എന്ന് പറയാൻ കൃപ ലഭിച്ചവരാണ് ആത്മനിറവ് പ്രാപിച്ച ദൈവമക്കൾ. കേവലം വിശ്വസിക്കുകയല്ല നാം ചെയ്തിരിക്കുന്നത്, നാം ആത്മശക്തി പ്രാപിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ആത്മശക്തി അകത്ത് അനുഭവിച്ചറിയുന്ന ദൈവമക്കൾ ഒരു വസ്തുത ഓർക്കണം, നമ്മിൽ വ്യാപരിക്കുന്ന ദൈവാത്മാവ് ആര് എന്ന ചിന്ത
നാൾ കാര്യങ്ങൾ ഇങ്ങനെ മുൻപോട്ട് പോകയില്ല. ഞാൻ എന്റെ മുൻപിലിരിക്കുന്ന ദൈവജനത്തോട് പറയട്ടെ, നമ്മുടെ ഈ കണ്ണുകൾ കൊണ്ട് നോക്കി നിൽക്കേ നാം ആരാധിക്കുന്ന നമ്മുടെ കർത്താവ് ഈ മധ്യാകാശ മൈതാനിയിൽ മടങ്ങി വരത്തക്ക വിധം സംഭവങ്ങൾ അതിന്റെ ഒടുവിലത്തെ പേജുകളിലേക്ക് ഓടിയെടുക്കുകയാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ബഥാന്യയ്ക്കും ബത്ഫാഗയ്ക്കും ഇടയിൽ നിന്ന് ഒരു കഴുതമേൽ കരേറി യെരൂശലേമിലേക്ക് വരികയാണ്. ഈ യാത്രയിൽ യെരൂശലേം ദൈവാലയത്തിലേക്ക് വന്നപ്പോൾ അബ്രഹാം തന്റെ മകനായ ഇസഹാക്കിനെ ബലികഴിപ്പാൻ മോറിയായിൽ ഉപയോഗിച്ച കല്ല് അതിപരിശുദ്ധ സ്ഥലത്ത് വരത്തക്ക വിധത്തിൽ കല്ലുകൊണ്ടും വെള്ളി കൊണ്ടും പൊന്നുകൊണ്ടും ലെബനോനിലെ ദേവദാരുക്കൾ കൊണ്ടും ഒക്കെ ഉണ്ടാക്കിയ മനോഹരമായ യഹൂദന്റെ തങ്കക്കുട കെട്ടിടമായ കനക കൊട്ടാരമായ ദൈവാലയത്തിലേക്ക് വന്നപ്പോൾ തനിക്ക് എന്താണോ ഇവിടെ കാര്യമെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിന്റെ ശുദ്ധീകരണ കർമ്മത്തോട് അവിടുത്തെ മത നേതാക്കന്മാർ പ്രതികരിച്ച വേളയിൽ യേശു ദൈവാലയം വിട്ടിറങ്ങുന്ന രംഗം മത്തായി 24 നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ആ ദേവാലയത്തിന്റെ മുകൾ പരപ്പിൽ നിന്നും തൊട്ടു താഴേക്ക് ദേവാലയത്തിന്റെ യാഗത്തിന്റെ ഉച്ചിഷ്ടങ്ങൾ കഴുകി ഒഴിക്കുന്ന കിദ്രോൻ തോട് കുറുകെ മുറിച്ച് പടിഞ്ഞാറേ ചരിവിൽ ഉയർന്നു നിൽക്കുന്ന ഇത്രയും ദൈവമക്കൾ ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കർത്താവിന്റെ പുനരാഗമനത്തെങ്കിൽ അവന്റെ പരിശുദ്ധ പാദം തൊടുമ്പോൾ കിഴക്കു പടിഞ്ഞാറായി രണ്ടായി പൊട്ടിക്കീറുന്ന ഭാഗ്യകാലമോർത്ത് നമ്മുടെ തലമുറയിൽ തല ഉയർത്തി നിൽക്കുന്ന ഒലിവ് മലയുടെ മുകൾ പരപ്പിലേക്ക് കർത്താവിന്റെ ശിഷ്യന്മാരും ഒരുമിച്ച് നടന്നു നീങ്ങുന്ന സമയം അസ്തമന സൂര്യന്റെ ചെങ്കതിരികൾ യെരൂശലേം ദൈവാലയത്തിന്റെ താഴികക്കുടത്തിൽ തട്ടി പ്രതിഫലിച്ച് ദൈവാലയം നന്നായി വെട്ടിത്തിളങ്ങി നയന മനോഹരമായി നിൽക്കുന്ന സമയം ഗുരു നോക്ക് എത്ര സുന്ദരമായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ശിഷ്യന്മാർ ദൈവാലയത്തിലേക്ക് ശില്പ ഭംഗിയിലേക്ക് ശ്രദ്ധയാകർഷിക്കുന്ന സമയം ഗുരു പറഞ്ഞ വാക്കുകൾ നമുക്ക് ഏവർക്കും അറിയാം. ഇതൊക്കെയും കാണുന്നില്ലയോ? കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർന്നു പോകുന്ന കാലം വരുന്നു. പുറത്തെ ഭംഗിയല്ല ദൈവത്തിന് വലുത്, അകത്തെ വിശുദ്ധിയാണ്. പുറത്ത് എത്ര ഭംഗിയുണ്ടെങ്കിലും അകത്ത് അശുദ്ധി ആളി പടരുന്നുണ്ടെങ്കിൽ അടിത്തറ തകർക്കാൻ കൽപ്പന കൊടുക്കുന്നവനെയാണ് ഇന്ന് രാത്രി നാം സ്തോത്രം പറഞ്ഞ് ആരാധിക്കുന്നത് എന്ന വസ്തുത വിസ്മരിക്കരുത്. ദൈവത്തിന് വിഷയം പുറത്തെ ഭംഗിയല്ല, അവന് വിഷയം അകത്തെ വിശുദ്ധിയാണ്. കർത്താവിന് സ്തോത്രം. നമ്മുടെ കർത്താവ് ദേവാലയ കുന്നിന്റെ എതിർവശത്തുള്ള ആ മലയുടെ മുകൾ പരപ്പിൽ ശിഷ്യവൃന്ദങ്ങളുമായി ഒരുമിച്ചിരിക്കുമ്പോൾ തന്റെ പുനരാഗമനത്തെ സംബന്ധിച്ചുള്ള വസ്തുതകളെ ചരിത്രവും പ്രവചനവും കോർത്തിണക്കിക്കൊണ്ട് അവതരിപ്പിക്കുന്ന മത്തായി 24, മർക്കോസ് 13, ലൂക്കോസ് 21 ഈ 3 അധ്യായങ്ങളുടെ ചിത്രീകരണത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞ ഒരു ഗൗരവമേറിയ പ്രബോധനം, അതാണ് ഈ വിഷയബന്ധത്തിൽ നാം ചേർത്ത് വായിച്ചത്. നിങ്ങളുടെ കർത്താവ് ഏത് സമയത്ത് വരുന്നു എന്നറിയാകയാൽ നിങ്ങൾ ഒരുങ്ങിയിരിപ്പീൻ. ഒരു വസ്തുത ഓർക്കുക, വരുന്ന സീസൺ, വരുന്ന കാലം, വരുന്ന സമയം ഇവ വിവേചിച്ചാൽ കർത്താവിന്റെ വരവിന്റെ സമയം മാത്രമേ വ്യക്തമല്ലാത്തതുള്ളൂ, കർത്താവിന്റെ വരവിന്റെ കാലം വ്യക്തമാക്കിയിട്ടുണ്ട്. സാഹചര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ട് ഏതൊരു വ്യക്തിക്ക് മനസ്സിലാക്കാവുന്ന ശൈലിയിൽ നമ്മുടെ കർത്താവിന്റെ വരവിന്റെ കാലം ഇവിടെ വ്യക്തമാക്കിയിട്ടുണ്ട്. ആ വേദപുസ്തകം ഒന്ന് കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാൻ കഴിയുമോ? ആ പുസ്തകം ഒന്ന് കരങ്ങൾ ഉയർത്തി പഠിച്ചാട്ടെ. ഇന്ന് രാത്രി ഞാൻ ഈ പറയുന്ന ഭാഗം നിങ്ങളുടെ മനസ്സിൽ ഉറയ്ക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇതുമായി നടക്കാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകിയത് ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇതുമായി നടക്കാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകിയത് ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയട്ടെ. വാത്സല്യ സഹോദരങ്ങളെ, ഈ വിശുദ്ധ തിരുവെഴുത്തിൽ നാം എത്തി നിൽക്കുന്ന കാലം അവനെ എതിരേൽക്കാനുള്ള സമയമായിരിക്കുന്നു എന്ന ബോധ്യമാകത്തക്ക വിധം യുഗം അതിന്റെ സന്ധ്യയിലേക്ക് അടുക്കുകയാണ്. 31,173 വാക്യങ്ങളുള്ള വിശുദ്ധ വേദപുസ്തകത്തിൽ 8,532 വാക്യങ്ങൾ സുമാർ പ്രവചനങ്ങളാണ് എന്നാണ് വേദപണ്ഡിതാക്കളുടെ അഭിപ്രായം. 277 ഭാഗങ്ങൾ മുഴുവനായി നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ മടങ്ങിവരവിലേക്ക് വിരൽ ചൂണ്ടുന്ന ഭാവിയെ മുന്നറിയിപ്പ് തരുന്ന ഒരു പുസ്തകം ലോകത്തിലുണ്ടെങ്കിൽ അത് നമ്മുടെ കയ്യിലിരിക്കുന്ന ദൈവത്തിന്റെ വചനം മാത്രമാണ്. ലോകത്തിലെ മറ്റാളുകളെക്കാൾ നാം ആരാധിക്കുന്ന കർത്താവിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? പ്രവചിച്ച് 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 പ്രവചിച്ചതുപോലെ ഈ മണ്ണിൽ ജനിച്ചവനും പ്രവചിച്ചതുപോലെ മടങ്ങി വരുവാൻ തുടങ്ങുന്നവനുമായി ഒരുവനെ ചരിത്രം കണ്ടിട്ടുണ്ടെങ്കിൽ അത് രാത്രി നാം സ്തോത്രം പറഞ്ഞ് ആരാധിക്കുന്ന കർത്താവാണ്. അവൻ പ്രവചിച്ചതുപോലെ മടങ്ങി വരും. സ്തോത്രം. നമ്മളൊക്കെ ജനിച്ചത് വന്ന കൂട്ടത്തിലേക്ക് വന്നതാ. ഞാൻ റാന്നി ജനിച്ചതും നിങ്ങളൊക്കെ മറ്റു പല സ്ഥലങ്ങളിൽ ജനിച്ചതും ആരും പ്രവചിച്ചിട്ടൊന്നുമല്ല. നമ്മളൊക്കെ വന്ന കൂട്ടത്തിലേക്ക് വന്നതാ. എന്നാൽ കർത്താവ് ജനിച്ചത് പ്രവചിക്കാതെ വന്നതല്ല. അവൻ പ്രവചിച്ചു 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 പ്രവചിച്ച് പ്രവാചകന്മാരുടെ പ്രവചനത്തിന് പ്രചോദനം നൽകിയ പ്രവാചകാത്മാവും പ്രചോദന ജീവനുമായി പ്രവചിച്ചതുപോലെ ഈ മണ്ണിൽ പിറന്ന ഒരു പ്രവചന പുരുഷനെ ചരിത്രം കണ്ടിട്ടുണ്ട്.
സ്ത്രീയല്ല, ഒരു കന്യകയിൽ നിന്ന് ഉത്ഭവിക്കുമെന്ന്. ആ കന്യക കേവലം കന്യകയല്ല, അത് അബ്രഹാമിന്റെ തറവാട്ടിൽ പിറക്കുമെന്ന്. ആ ജനനവേളയിൽ ഇവിടെ കൂട്ട ശിശുവധം നടക്കുമെന്ന് പ്രവചിക്കുകയാണ്. ആ ജനനവേളയിൽ ഇവിടെ കൂട്ട ശിശുവധം നടക്കുമെന്ന്. ആ മരണസമയം ഈ കുടുംബം ഈജിപ്തിലേക്ക് ചേക്കേറേണ്ടി വരുമെന്ന്. അവിടെ പാർക്കുന്ന സമയം ഇവിടുത്തെ രാജാവ് മരിക്കുമെന്ന്. രാജാവിന്റെ നിര്യാണാനന്തരം ഈ കുടുംബം മടങ്ങി വന്ന് നസ്രയത്ത് എന്ന കുഗ്രാമത്തിൽ പാർക്കുമെന്ന്. നസ്രയത്തിൽ പാർക്കുന്നതിനാൽ അവനെ നസ്രായൻ എന്ന് വിളിക്കേണ്ടി വരുമെന്ന്. അവൻ 30-ാമത്തെ വയസ്സിൽ സ്നാനമേൽക്കുവാൻ യോഹന്നാൻ എന്ന ഒരുവന്റെ കൈ കീഴിലേക്ക് ഇറങ്ങിച്ചെല്ലുമെന്ന്. അവനവനെ സ്നാനമേൽപ്പിക്കുമ്പോൾ ആത്മാവ് പ്രാവരൂപേണ അവന് മേൽ അധിവസിച്ചിറങ്ങുമെന്ന്. സ്തോത്രം. അവൻ രോഗികളെ സൗഖ്യമാക്കി, മരിച്ചവരെ ഉയർപ്പിച്ച്, 5 അപ്പം കൊണ്ട് 5000 പോഷണം നൽകി, നന്മ സുവിശേഷിച്ച് നാടെങ്ങും സഞ്ചരിക്കുമെന്ന്. 33 തിരുവയസ്സെങ്കിൽ അവന്റെ ശിഷ്യന്മാരിൽ ഒരുത്തൻ അവനെ ഒറ്റിക്കൊടുക്കുമെന്ന്. കൊടുത്തവൻ ഒറ്റിക്കൊടുത്തിട്ട് കെട്ടി ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന്. അവന്റെ കുടൽ തെറിച്ച് നടുവേ പിളർന്നു പോകുമെന്ന്. യേശുവിനെ കൈകാലുകൾ തുളയ്ക്കുന്ന ഒരു വധയന്ത്രത്തിൽ, വധരീതി അജ്ഞാതമായിരിക്കുന്ന കാലത്ത് കൈകാലുകൾ തുളയ്ക്കുന്ന ഒരു വധയന്ത്രത്തിൽ തൂക്കേണ്ടി വരുമെന്ന്. ആ വധ ഉപകരണത്തിൽ അവൻ തൂങ്ങിക്കിടക്കുമ്പോൾ അവന്റെ സഹക്രൂശിതരുടെ അസ്ഥികൾ ഒടിഞ്ഞാലും ഇവന്റെ അസ്ഥി ഒടിയേണ്ടി വരികയില്ലെന്ന്. അവനെ ഒരു ധനവാന്റെ കല്ലറയ്ക്കകത്ത് അടക്കുമെന്ന്. മരണം കള്ളന്മാരോടൊപ്പമാണെങ്കിലും ശവമടക്ക് ധനവാന്റെ കല്ലറയിലായിരിക്കുമെന്ന്. കല്ലറയ്ക്കകത്ത് നിന്നും മരണത്തിന്റെ വിഷമുള്ളൊടിച്ച്, ദ്രവത്വത്തെ തോൽപ്പിച്ച്, കല്ലറയെ ഭേദിച്ച് ഇനിയും മരിക്കാൻ കഴിയാത്ത ശരീരത്തിലും ഉയർത്തുമെന്ന്. സ്തോത്രം. അവന്റെ ശിഷ്യന്മാരുടെ മുൻപിൽ അവൻ വെളിപ്പെടുമെന്ന്. അവർ കാണെ അവൻ സ്വർഗ്ഗാരോഹണം ചെയ്യുമെന്ന്. കാത്തിരിക്കുന്ന ശിഷ്യന്മാർക്ക് അവൻ ആത്മാവിനെ പകർന്നു കൊടുക്കുമെന്ന്. എഴുതി വെച്ച പ്രവചനങ്ങൾ ഇന്നലെ ചരിത്രത്തിൽ വള്ളി പുള്ളി വിസർഗ വ്യന്യ ചമത്കാരം വ്യത്യാസമില്ലാതെ കൃത്യമായി നിറവേറിയെങ്കിൽ അവൻ മേഘാരൂഢനായി മടങ്ങി വരുമെന്ന പ്രവചനം നിറവേറാതിരിക്കുമോ? കൃപ പ്രാപിച്ച ദൈവമക്കൾ ഇന്ന് രാത്രിയിൽ വിശ്വാസ കണ്ണുകളാൽ കാണുന്നു. എന്റെ കർത്താവിനെ എതിരേൽക്കത്തക്ക വിധം സംഭവങ്ങൾ മടങ്ങി വരവിലേക്ക് വേഗം അടുക്കുകയാണ്. എന്റെ മുൻപിലിരുന്ന് ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾ ഓർക്കണം, യുഗം അതിന്റെ സന്ധ്യയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഉൽപ്രാവണത്തിന്റെ തൊട്ടു മുൻപുള്ള ദിവസങ്ങളിൽ ഈ ഭൂമിയിൽ ജീവിക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ് ആത്മനിറവ് പ്രാപിച്ച ദൈവമക്കൾ. സ്തോത്രം. ഭൂതകാല ദൈവിക കാര്യപരിപാടിയുടെ കേന്ദ്രബിന്ദു ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവാണെങ്കിൽ, ഭാവികാല ദൈവിക കാര്യപരിപാടിയുടെ കേന്ദ്രബിന്ദു മടങ്ങി വരുന്ന ക്രിസ്തുവാണ്. ദൈവത്തിന്റെ സഭയുടെ മുഴുവൻ പ്രതീക്ഷയും കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നത്, ദൈവസഭയുടെ പ്രതീക്ഷകൾ പൂവണിയുന്നത് നമ്മുടെ കർത്താവിന്റെ പുനരാഗമനത്തിങ്കലാണ്. സ്തോത്രം. ആ കാലഘട്ടത്തിലേക്ക് സംഭവങ്ങൾ വേഗം അടുക്കുകയാണ്. എന്റെ വാത്സല്യ സഹോദരങ്ങളെ, നാം ഈ വസ്തുതകളെ ഒന്ന് വിശകലനം ചെയ്ത് വിലയിരുത്തി ചിന്തിച്ചാൽ, കാലത്തെ നമ്മൾ ഒന്ന് വിലയിരുത്തിയാൽ, ഈ പ്രകൃതിയുടെ പുറകിൽ ദൈവത്തിന്റെ കരം ചലിക്കുന്ന കാഴ്ച കണ്ട് ന്യായവിധിയുടെ ദിനങ്ങൾ അടുത്തു വരുന്നതിനാൽ ആത്മനിറവ് പ്രാപിച്ച ദൈവമക്കൾ യാത്ര ശുദ്ധീകരണത്തിനായി ഒരുങ്ങുന്ന യാത്രയായി തീരണം. ദൈവത്തിന് സ്തോത്രം. ഈ കാലാവസ്ഥയുടെ പുറകിൽ ദൈവത്തിന്റെ കരം ചലിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഇവിടെയുണ്ട്? ഈ കാലാവസ്ഥയുടെ പുറകിൽ ദൈവത്തിന്റെ കരം ചലിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഇവിടെയുണ്ട്?
ദൈവം ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾ 25 വർഷം മെന്റൽ സെറ്റപ്പിൽ പുറകോട്ട് പോകും. നിർദ്ദയം എടുത്ത് ചോദിച്ച ചോദ്യം ഇതാണ്: ഈ ന്യൂക്ലിയർ യുഗത്തിൽ ദൈവമുണ്ടെന്നോ? ആ സമയം ഇറങ്ങി വന്ന ആ മലയാളി ശാസ്ത്രജ്ഞനോട് സംസാരിക്കുന്ന സമയം, അദ്ദേഹവുമായി ഞാൻ പങ്കുവെച്ച സമയം ഇങ്ങനെ പറഞ്ഞു: എടേ, നിങ്ങൾ ന്യൂക്ലിയർ യുഗമെന്ന് പറയുന്നില്ലേ? എന്നാൽ അന്ത്യകാലത്തിന്റെ ലക്ഷണമായി ഈ ന്യൂക്ലിയർ വെപ്പൺ ഉപയോഗിക്കുമെന്ന് സഹസ്രാബ്ദങ്ങൾക്ക് പുറകിൽ എഴുതി വെച്ച പുസ്തകവുമായി നടക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ് ആത്മനിർഭർ പ്രാപിച്ച ദൈവമക്കളെങ്കിൽ രണ്ടാമതൊരു വിഷയം വിലയിരുത്തേണ്ട. ഈ കാലഘട്ടത്തിലെ അത്യാധുനിക അണ്വായുധം മാത്രം വിലയിരുത്തിയാൽ മതി. ആത്മനിർഭർ പ്രാപിച്ച ദൈവമക്കൾക്ക് വരവിന്റെ കാലം അടുത്തുപോയി ഉറപ്പായി പറയാം. പ്രിയപ്പെട്ടവരെ, തിരുവഴുത്തിൽ സക്കറിയ പ്രവചനം 14-ാം അധ്യായത്തിന്റെ 12-13 വാക്യങ്ങൾ നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിക്കണം. ഇങ്ങനെയാണ് ദൈവാത്മാവ് ഈ കാലഘട്ടത്തെ വിലയിരുത്തേണ്ടതിന് വേണ്ടി കൊടുത്തിരിക്കുന്നത്. യെരൂശലേമിനോട് യുദ്ധം ചെയ്യുവാനുള്ള സകലരെയും യഹോവ ശിക്ഷിക്കുന്ന ശിക്ഷയാവിത്. അവർ നിവർന്നു നിൽക്കുമ്പോൾ തന്നെ അവരുടെ കണ്ണുകൾ തടത്തിൽ വെച്ച് ചീഞ്ഞഴുകിപ്പോകും, അവരുടെ വായിൽ നാക്ക് ചീഞ്ഞഴുകിപ്പോകും. അവർ നിവർന്നു നിൽക്കുമ്പോൾ അവരുടെ മാംസം ചീഞ്ഞ് അഴുകിപ്പോകും. നിവർന്നു നിൽക്കുമ്പോൾ മാംസം ചീഞ്ഞഴുകുന്ന, അതും യുദ്ധം ചെയ്യുവാൻ പോകുന്നവരുടെ, സാധാരണക്കാരുടെ അല്ല. അപ്പോൾ പടയാളികളുടെ നിൽപ്പിൽ സമയത്ത് കണ്ണുകൾ ചീഞ്ഞഴുകി, വായിൽ നാക്ക് ചീഞ്ഞഴുകി, മാംസം ചീഞ്ഞഴുകുന്ന യുദ്ധമേഖലയിലെ ഒരു പ്രത്യേക പ്രതിഭാസത്തെ ദൈവാത്മാവ് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. നമുക്കറിയാം, 1945 ഓഗസ്റ്റ് മാസം 6-ാം തീയതി, ആ കറുത്ത തിങ്കളാഴ്ച, ഹിരോഷിമയിലും നാഗസാക്കിയിലും വീണ അത്യുഗ്രമായ അണ്വായുധം, അതിൽ നടുവിലത്തെ വിമാനത്തിന്റെ അടിത്തറ തുറന്ന് പക്ഷി മുട്ടയിടുന്നത് പോലെ ചെറുനാരങ്ങ വലിപ്പത്തിൽ 13.5 കിലോട്ടൺ ഭാരമുള്ള ഒരു അണ്വായുധം താഴേക്കിറങ്ങുന്ന രംഗം. അത് 16,000 അടി ഉയരത്തിൽ വന്ന് പൊട്ടിത്തെറിച്ച് കുട പോലെ വിരിഞ്ഞ്, ദൈവത്തിന് സ്തോത്രം, ന്യൂക്ലിയർ മഷ്റൂം, ന്യൂക്ലിയർ കൂൺ വിടർന്ന് താഴേക്കിറങ്ങുകയാണ്. ഈ പ്രത്യേക സമയം ഈ സംഭവം നടന്ന ഇടത്തു നിന്നും 60 കിലോമീറ്റർ ഇപ്പുറത്തു നിന്ന് ഒരു വെള്ളക്കാരൻ ഒരു കാറിൽ വേഗം ഈ സംഭവം നടക്കുന്ന ഇടത്തേക്ക് ഓടിച്ചു ചെല്ലുന്ന വാർത്ത അദ്ദേഹത്തിന്റെ അനുഭവക്കുറിപ്പിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അദ്ദേഹം കാർ കൊണ്ടുവന്ന് നിർത്തിയത് ഒരു പട്ടാള ഗ്രൂപ്പിന്റെ മുൻപിലാണ്. പട്ടാള ഗ്രൂപ്പിന്റെ മുൻപിൽ നിർത്തി കാറിൽ നിറങ്ങിയപ്പോൾ പൊള്ളിക്കരിഞ്ഞ ശരീരത്തോടുകൂടെ 2 പട്ടാളക്കാർ ഓടി വരുന്നു. അവരോട് ചോദിച്ചു, എന്താ സംഭവിച്ചത്? എല്ലാവരും കാര്യം കേൾക്കാൻ ആകാംക്ഷയോടെ നിൽക്കുന്ന സമയം അവർ ഇങ്ങനെ വിശദീകരിക്കുകയാണ്: വിമാനം ബോംബിട്ടു, ഞങ്ങൾ 20 പേർ, 18 പേരാണ്, 20 പേരാണ് മുൻപോട്ട് പോയത്, 2 പേരാണ് ഓടി വരുന്നത്. ഞങ്ങൾ 20 പേർ ഒരുമിച്ച് ആ സംഭവം നടന്ന ഇടത്തേക്ക് അടുക്കുകയാണ്. 18 പേർ മുൻപിൽ പോകുന്നു, ഞങ്ങൾ 2 പേർ പുറകിൽ പോകുന്നു. ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയം ഈ ഭീകരമായ ആയുധം കത്തിച്ചൊലിച്ച് കൂൺ പോലെ വിടർന്ന് തീച്ചൊലിച്ച് നിൽക്കുന്ന സമയം ഞങ്ങളുടെ മുൻപിൽ പോകുന്ന പടയാളികളുടെ തല മൊട്ട പൊരിയും പോലെ പൊട്ടി. അവരുടെ കണ്ണുകൾ ഞങ്ങൾ നോക്കി നിൽക്കിയ സ്പ്ലിറ്റ് സെക്കൻഡിനുള്ളിൽ കവിൾത്തടങ്ങളിലൂടെ ഉരുകി ഒലിച്ചു. അവരുടെ വായിൽ നിന്ന് നാക്ക് ഉരുകി താഴേക്കിറങ്ങി. അവരുടെ മാംസം ഉരുകി ഇറങ്ങുന്നത്, സ്കെലിറ്റൻ നിൽക്കുന്നത് ഞങ്ങൾ നേരിട്ട് കണ്ടു. കത്തുന്നതിനിടയിൽ ഞങ്ങൾ തിരിച്ചോടി. സ്തോത്രം. എന്റെ മുൻപിലിരിക്കുന്ന വിജ്ഞരായ സദസ്, നിങ്ങൾക്കറിയാം കാര്യം എന്താണെന്ന്. അണ്വായുധ സ്ഫോടനത്തിന്റെ സമയം 180 ബില്യൺ ഫാരൻഹീറ്റിലേക്ക് സെക്കൻഡിന്റെ 1000-ൽ അംശത്തിനുള്ളിൽ അന്തരീക്ഷ ഊഷ്മാവ് ഉയരുന്ന വേളയിൽ മനുഷ്യ ശരീരം അതിഭയങ്കരമായി കത്തുമ്പോൾ തലയോട്ടിയിൽ നിന്നും ആദ്യം പുറത്തേക്ക് തള്ളി ഇറങ്ങുന്നത് കണ്ണിന്റെ ഭാഗമായിരിക്കും. വായു ഉൾപ്പെടെ കരിഞ്ഞ് താഴെ ഒഴുകി ഇറങ്ങുമ്പോൾ, സ്കെലിറ്റൻ നിൽക്കുമ്പോൾ തന്നെ മാംസം ഉരുകി താഴേക്ക് ഇറങ്ങും. ഈ തലമുറയ്ക്ക് ഇത് നന്നായിട്ട് അറിയാം. എന്നാൽ ഇന്നേക്ക് 25 നൂറ്റാണ്ടുകൾക്ക് പുറകിൽ അന്ത്യകാലത്ത് ഇങ്ങനൊരു ആയുധം ഉപയോഗിക്കുമെന്ന് എഴുതി വെച്ച ഒരു കാലം നേരിട്ട് കാണാൻ കൃപ ലഭിച്ചത് എന്റെ മുന്നിലിരുന്ന് ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളാണെങ്കിൽ, ആ കാലത്ത് നടക്കുന്ന അതിപ്രധാന സംഭവമായ എന്റെ കർത്താവിനെ മടങ്ങി വരുമ്പോൾ നേരിട്ട് കാണുവാനും വേർപെട്ട ദൈവമക്കൾക്ക് ഭാഗ്യമുണ്ടാകും എന്നുള്ള കാര്യത്തിൽ രണ്ടുപക്ഷമില്ല.
രാത്രി തിരിച്ചറിയണം. സെക്ഷൻ ക്ലാസ്സിൽ കേസ് കൊടുത്ത് തോറ്റാൽ ഡിസ്ട്രിക്ട് കോർട്ടിൽ അപ്പീൽ പോകാം. ഡിസ്ട്രിക്ട് കോർട്ടിൽ കേസ് കൊടുത്ത് തോറ്റാൽ ഹൈക്കോർട്ടിൽ അപ്പീൽ പോകാം. ഹൈക്കോർട്ടിൽ കേസ് കൊടുത്ത് തോറ്റാൽ സുപ്രീം കോടതിയിൽ അപ്പീൽ പോകാം. സുപ്രീം കോടതിയിൽ കേസ് കൊടുത്ത് തോറ്റാൽ പ്രസിഡന്റിന്റെ അടുക്കൽ ദയാഹർജി കൊടുക്കാം. അവിടെയും വിധി തള്ളിയാൽ പിന്നെ ഗതികളാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ആ കക്ഷിയെ അന്ന് തൂക്കിലിടാൻ വിധിച്ചപ്പോൾ തൂക്കിലിടിയിൽ നടപ്പിൽ വരുത്താൻ വേണ്ടി രാവിലെ വെളുപ്പിനെ പോലീസുകാർ ചെന്ന്, പട്ടാളക്കാർ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവർ ചെന്ന് റൂമിന്റെ വാതിൽ തുറന്ന് കക്ഷിയെ തുറന്ന് പുറത്തോട്ടെടുക്കാൻ ശ്രമിച്ചപ്പോ പുള്ളി മുറിക്കകത്ത് ചത്തു കിടന്നാൽ എങ്ങനെ ഇരിക്കും വിധി? ശ്രദ്ധിക്കണേ. സെക്ഷൻ ക്ലാസ്സിൽ കേസ് കൊടുത്തു, തോറ്റു. ഡിസ്ട്രിക്ട് കോർട്ടിൽ കേസ് പോയി, തോറ്റു. ഹൈക്കോടതിയിൽ കേസ് പോയി, തോറ്റു. സുപ്രീം കോടതിയിൽ കേസ് പോയി, തോറ്റു. പ്രസിഡന്റ് ദയാഹർജി കൊടുത്തു, അവിടെയും തള്ളി. കക്ഷിയെ തൂക്കിടാൻ വിധിച്ചു. വിധി നടക്കുന്നതിന്റെ തലേ രാത്രിയിൽ പ്രതി പിറ്റേ ദിവസത്തെ വിധിക്ക് ഉദ്യോഗസ്ഥർ ചെന്ന് ആളിനെ പുറത്തെടുക്കും മുൻപ് സ്വാഭാവികമായി മരിച്ചു. മരിച്ചാൽ ഇവിടെ രേഖപ്പെടുത്തും വിധി നിയമപരമായി അസാധുവായി. എന്നാൽ ഇന്ന് രാത്രി പറയട്ടെ, സെക്ഷൻ ക്ലാസിൽ തോറ്റാലും ഡിസ്ട്രിക്ട് കോർട്ടിൽ തോറ്റാലും നിയമപരമായി വിധി അസാധുവാക്കിയാലും ചത്ത് കിടക്കുന്നവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു കൊണ്ടുവന്ന് കണക്ക് തീർക്കാതെ അടങ്ങിയിരിക്കാത്ത ഒരു കോടതി ഇന്ന് രാത്രി ഇത്രയും ദൈവമക്കൾ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ തലയ്ക്ക് മുകളിൽ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നെങ്കിൽ എന്റെ മുന്നിൽ ആരാധിക്കുന്ന ദൈവമക്കൾ കണ്ണുയർത്തി നോക്കട്ടെ. എന്റെ ദൈവത്തിന്റെ കോടതി രാത്രി സജീവവും പരിശുദ്ധവുമായി നിലകൊള്ളുകയാണ്. ഈ കാലാവസ്ഥയുടെ പുറകിൽ ദൈവത്തിന്റെ കരം വ്യാപരിക്കുന്നു. ഈ കാലാവസ്ഥയുടെ പുറകിൽ ദൈവത്തിന്റെ കരം വ്യാപരിക്കുന്നു. ഈ അന്ത്യ കാലഘട്ടത്തിൽ യുഗത്തിന്റെ സന്ധിയിലേക്ക് ചരിത്രം എടുക്കുമ്പോൾ മാരക രോഗങ്ങൾ വർദ്ധിക്കും എന്ന് ബൈബിൾ പ്രവചനം കൃത്യമായി മുന്നറിയിപ്പ് നൽകുകയാണ്. മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 1-2 വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് കൊണ്ടുവന്ന് എന്റെ വാക്കുകൾ വളരെ കാലഘട്ടത്തെ ഒന്ന് വിവേചിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ സമയമായോ എന്ന് നമ്മളൊന്ന് തിരിച്ചറിയേണ്ടതിന് വേണ്ടി നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. മത്തായി സുവിശേഷം, അത് ലൂക്കോസിന്റെ സുവിശേഷം 21-ന്റെ വാക്യവും വെളിപ്പാട് പുസ്തകം 6-7-8 വാക്യങ്ങൾ 2 വേദഭാഗങ്ങൾ ദയവായിട്ടൊന്ന് വായിച്ച് സഹായിക്കുക. ലൂക്കോസിന്റെ സുവിശേഷം 21-ന്റെ വാക്യമേ. ലൂക്കോസ് 21-11. വലിയ ഭൂകമ്പവും ക്ഷാമവും മഹാവ്യാധികളും അവിടങ്ങളിൽ ഉണ്ടാകും. ഇനി വെളിപ്പാട് പുസ്തകം 6-7-8 വാക്യങ്ങളും കൂടെ. 4-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 4-ാം ജീവി പറയുന്നത് കേട്ടു. അടുത്ത വാക്യം. അപ്പോൾ ഞാൻ മഞ്ഞ നിറമുള്ള ഒരു കുതിരയെ കണ്ടു. അതിന്മേലിരിക്കുന്നവന് മരണം എന്ന് പേര്. പാതാളം അവനെ പിന്തുടർന്നു. അടുത്ത വാക്യം. അവർക്ക് വാളുകൊണ്ടും ക്ഷാമം കൊണ്ടും മഹാവ്യാധി കൊണ്ടും ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ടും കൊന്നുകളവാൻ ഭൂമിയുടെ 4-ന്മേൽ അധികാരം ലഭിച്ചു. ഈ കാലഘട്ടത്തെ എന്റെ മുൻപിലിരിക്കുന്ന പ്രിയപ്പെട്ടവർ ആത്മാർത്ഥമായി വിലയിരുത്തുക. ഈ 2 വാക്യങ്ങൾ എന്തിനാണ് ഞാൻ വായിപ്പിച്ചതെന്ന് ചോദിച്ചാൽ, ഈ 2 വാക്യങ്ങൾ ഞാൻ സമാന സ്വഭാവമുള്ള ഒരു പ്രയോഗമുണ്ട്. പ്രയോഗം ഇതാണ്: മഹാവ്യാധി അന്ത്യ കാലഘട്ടത്തിൽ വർദ്ധിക്കും. ലൂക്കോസ് 21-ൽ കർത്താവ് പറയുന്ന വാക്കുകളിൽ മഹാവ്യാധിയുടെ വർധനവിനെ കുറിച്ച് പറയുന്നു. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിലെ യുഗാന്ത്യ സംഭവങ്ങളിലും ഏറ്റവും പ്രസക്തമാണ്. ഈ രാത്രി നിങ്ങളൊന്ന് കണ്ണുയർത്തി നോക്കി. 70-80 വയസ്സ് പ്രായമുള്ള പിതാക്കന്മാരുടെ ഇല്ലേ? ശരിക്കും വ്യക്തിപരമായി നിങ്ങളൊന്ന് വിലയിരുത്തിക്കേ. ഇതുപോലെ മാരക രോഗങ്ങൾ പെരുകിയ ഒരു കാലം ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ജലജന്യ രോഗങ്ങൾ, എലിജന്യ രോഗങ്ങൾ, ഇവിടെ ജന്തുജന്യ രോഗങ്ങൾ പെരുകുകയാണ്. മാരക രോഗങ്ങൾ ആളിപ്പടരുന്നു. ദൈവത്തിന് സ്തോത്രം. ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് മനുഷ്യ ചരിത്രത്തിൽ നിന്നും അടിച്ചു പുറത്താക്കിയ അത്യുഗ്ര മാരകശേഷിയുള്ള 29 മാരക രോഗങ്ങൾ മനുഷ്യ ചരിത്രത്തിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കണം, 2011-ന്റെ പ്രാരംഭ നാളുകളിൽ ഒരു സർവേ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തു. 2012-ന്റെ ഒടുവിലത്തെ ദിവസങ്ങൾക്കുള്ളിൽ ഹൃദ്രോഗികളെ പിൻപിലാക്കിക്കൊണ്ട് ക്യാൻസർ മനുഷ്യ ചരിത്രത്തിലെ 1-ാം നമ്പർ കൊലയാളിയായി മാറും. ക്യാൻസർ രോഗം ആളിപ്പടരുകയാണ്. അതിഭീകരമായി മാരക രോഗങ്ങൾ പെരുകുന്നു. ഇതിന്ന് രാത്രി ദൈവജനം കണ്ണുയർത്തി കണ്ട് വിലയിരുത്തണം. ദൈവത്തിന്റെ വചനത്തിന്റെ വ്യവസ്ഥ മനുഷ്യൻ പുറങ്കാൽ കൊണ്ട് ചവിട്ടിയെറിഞ്ഞാൽ അതിന്റെ കണക്ക് മനുഷ്യൻ കൊടുക്കേണ്ടി വരും. എന്നാൽ ഇന്ന് രാത്രിയിൽ സംഭവങ്ങൾ കാണുന്ന ദൈവമക്കൾ കാലഘട്ടത്തെ വിവേചിച്ച് കണ്ണുയർത്തുന്ന രാത്രിയായിരിക്കട്ടെ. നിങ്ങൾക്കറിയാമോ, വചനത്തിൽ ഭക്ഷണത്തിന്റെ വ്യവസ്ഥയുണ്ട്. പ്രമാണം കൊടുത്തുള്ള ഭക്ഷണത്തെ
മുളച്ചു വരട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. 25-ാമത്തെ വാക്യം കൂടെ, 25-ാമത്തെ വാക്യം. ഇങ്ങനെ ദൈവം അതേതരം കാട്ടുമൃഗങ്ങളെയും. ശ്രദ്ധിക്കുക, നിങ്ങൾ വളരെ ചുരുക്ക സമയമാകുമ്പോഴുള്ളത് വളരെ ഏകാഗ്രതയോടെ ശ്രദ്ധിക്കുക, കാലഘട്ടത്തിൽ നിന്ന് വിവേചിക്കാൻ. ദൈവം അതത് തരം വിത്തുള്ള സസ്യങ്ങളെ ഉണ്ടാക്കിയിട്ട് നല്ലതെന്ന് ദൈവം പറഞ്ഞു. ദൈവം വിത്തുള്ള സസ്യങ്ങളെ മാത്രമല്ല, അതത് തരം കാട്ടുമൃഗങ്ങളെയും മൃഗജാലങ്ങളെയും ഉണ്ടാക്കിയിട്ട് നല്ലതെന്ന് ദൈവം പറഞ്ഞു. അപ്പോൾ തന്നെ ലേവ്യ പുസ്തകത്തിൽ പ്രമാണം കൊടുക്കുമ്പോൾ ദൈവാത്മാവ് ഇങ്ങനെ പറഞ്ഞു, നിന്റെ വയലിൽ 2 വിധ വിത്തുകൾ കൂട്ടുവിത്തായി വിതയ്ക്കരുത്, 2 വിധ മൃഗങ്ങളെ നിങ്ങൾ ഇണ ചേർക്കുകയും വരുത്. കഴിഞ്ഞ ദിവസം ക്ഷാമത്തെ സംബന്ധിച്ച് ഒരു സുഹൃത്തിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ക്ഷാമമോ? ഹരിത വിപ്ലവവും ധവള വിപ്ലവവും പൊടിപൊടിക്കുന്ന ഈ കാലഘട്ടത്തിൽ ക്ഷാമമോ? എന്താ മനുഷ്യൻ ചെയ്തത്? ഈ വചനത്തിന്റെ നഗ്നമായ ലംഘനത്തിലൂടെ മനുഷ്യൻ വിജയത്തിന്റെ കൊടി പാറിക്കുകയല്ലേ? എന്താ പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്നത്, തിരുവെഴുത്ത് പറഞ്ഞിരിക്കുന്നത്? ദൈവം പോഷനെന്നോ? എന്താ മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങളിൽ വ്യത്യസ്ത ബ്രീഡുകളെ തമ്മിൽ ഒന്നിപ്പിച്ച് ഹരിത വിപ്ലവത്തിലൂടെ അത്യുത്പാദന ശേഷിയുള്ള വിത്തുകൾ ഉത്പാദിപ്പിച്ച് മനുഷ്യൻ ഉത്പാദനം വർദ്ധിപ്പിക്കുമ്പോൾ 2 വിധ മൃഗങ്ങളെ തമ്മിൽ ഇണ ചേർക്കുന്നത് പോലെ ക്രോസ് കൾച്ചറിംഗ് സംവിധാനത്തിലൂടെ അത്യുഗ്രമായ വിധത്തിൽ പാലൊക്കെ ഉത്ഭവിപ്പിക്കുന്ന പശുക്കളെയും മറ്റും ഉത്പാദിപ്പിച്ച് മനുഷ്യൻ വിജയത്തിന്റെ കൊടി പാറിക്കുമ്പോൾ ദൈവത്തിന്റെ വചനത്തിന്റെ മുന്നറിയിപ്പ് കാണൻ ചിന്തയായിട്ടാണോ കേൾക്കുന്നത്? ദൈവാത്മാവ് പറയുന്നു, 2 തരം വിത്തുകൾ തമ്മിൽ കൂട്ടുവിത്തായി കണ്ടത്തിൽ വിതയ്ക്കരുത്, 2 തരം മൃഗങ്ങളെ തമ്മിൽ ഇണ ചേർക്കുകയും വരുത്. എന്താ കാലത്തിന്റെ പുരോഗതിയിൽ സംഭവിച്ചത്? ഈ കാലത്തിന്റെ പുരോഗതിയിൽ ഹരിത ധവള വിപ്ലവത്തിലൂടെ മനുഷ്യൻ വിജയം കൊയ്തു, മനുഷ്യൻ പുരോഗതിയിലേക്ക് അതിവേഗം കുതിച്ചുയർന്നു. പക്ഷേ തിരിച്ചു മറ്റൊന്ന് സംഭവിച്ചു. അതോടുകൂടെ എല്ലാ മേഖലകളിലും മനുഷ്യ ശരീരത്തിന്റെ പ്രതിരോധ ശേഷി അസ്തമിച്ചു. നിങ്ങൾക്കറിയാമോ, നമ്മുടെയൊക്കെ വീട്ടിൽ നാടൻ കോഴിയെ വളർത്തുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. 8 മാസത്തെ വളർച്ച കൊണ്ട് 2-2.5 കിലോയിൽ അത് എത്തുമായിരുന്നു. എന്നാൽ ഇന്നോ കാലം മാറി. ദൈവത്തിന് സ്തോത്രം. ആന്റിബയോട്ടിക്കും ഹോർമോണും കുത്തിവെച്ചുകൊണ്ട് 45 ദിവസത്തിനുള്ളിൽ 2.5 കിലോയിലധികം തൂക്കത്തിൽ ബ്രോയിലർ ചിക്കനെ ഉത്പാദിപ്പിക്കുവാൻ മനുഷ്യൻ ശാസ്ത്രീയമായി പഠിച്ചു. പക്ഷെ സംഭവിച്ചത് എന്താ? ഏതാണ്ട് 9 ലക്ഷം ടൺ ആന്റിബയോട്ടിക്കുകളാണ് അമേരിക്ക മാത്രം മീറ്റ് ഇൻഡസ്ട്രീസിന് വേണ്ടി ഉപയോഗിക്കുന്നത് എന്ന റിപ്പോർട്ട് വായിച്ചപ്പോൾ ശരീരത്തിന്റെ പ്രതിരോധ ശേഷിയെ കുത്തനെ താഴ്ത്തുന്ന വിധത്തിൽ ഈ പുത്തൻ ഭക്ഷണക്രമങ്ങൾ മനുഷ്യ ശരീരത്തിന്റെ സന്തുലിതാവസ്ഥ തകർത്തു കഴിഞ്ഞു. എന്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കൾ ഒരു കാര്യം ഓർക്കണം, കുടിക്കുന്ന പാൽ വിഷം, കുടിക്കുന്ന ചായ വിഷം. ഈ കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് മൂന്നാർ മേഖല സന്ദർശിക്കുവാൻ ഒരു അവസരമുണ്ടായി. തേയിലത്തോട്ടങ്ങൾ നിറഞ്ഞ മൂന്നാർ മേഖലയിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൊളുന്തുകളിലെല്ലാം അവിടെ മരുന്നടിച്ചുകൊണ്ടിരിക്കുന്നു. ചോദിച്ചപ്പോൾ പറഞ്ഞു, എല്ലാ 15 ദിവസം കൂടുമ്പോഴും ഈ കൊളുന്തുകളിൽ മരുന്നടിക്കാറുണ്ട്. ഇത് കുത്തുന്ന പ്രത്യേകതരം ജീവികളുണ്ട്, അതിനെ കൊല്ലാനാണ് കൊളുന്തുകളിൽ മരുന്നടിക്കുന്നത്. അത്യുഗ്രമായ മാരകശേഷിയുള്ള ജനിതക മാറ്റം വരുത്തുന്ന വിഷമാണ് കൊളുന്തുകളിലേക്ക് തളിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചോദിച്ചു, എന്നിട്ട് ഈ കൊളുന്തുകൾ നുള്ളിയെടുക്കുമ്പോൾ ഇത് കഴുകിയിട്ടാണോ പൊടിച്ചെടുക്കുന്നത്? അല്ല, ഈ 15 ദിവസത്തിനുള്ളിൽ ഈ കൊളുന്തുകൾ നുള്ളിയെടുക്കും. നുള്ളിയെടുക്കുന്ന കൊളുന്തുകൾ മുഴുവൻ കഴുകാതെ ഒരുമിച്ച് പൊടിച്ച് പാക്കറ്റിൽ 1-ാം തരം ചായപ്പൊടിയായി നമ്മുടെ കയ്യിൽ കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ അത്യുഗ്രമായ ജനിതക മാറ്റം ഉണ്ടാക്കുന്ന മാരകശേഷിയുള്ള കീടനാശിനിയാണ് രാവിലെ ചായ വഴി നമ്മുടെ അകത്ത് എഴുന്നതെന്ന് പറഞ്ഞാൽ നാം ആരംഭിക്കുന്ന ദിവസം വിഷത്തിൽ തുടങ്ങുന്നു. സ്തോത്രം. ഇനിയും കൂട്ടത്തിൽ ചേർക്കുന്ന പാലെങ്ങനെയുണ്ട്? നമ്മൾ വിലയിരുത്തി ചിന്തിക്കണം. കൂട്ടത്തിൽ ചേർക്കുന്ന പാലെങ്ങനെയുണ്ട്? കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുൻപ് ശാസ്ത്ര വിദ്യാർത്ഥികൾ ഒരു കണ്ടത്തിന്റെ കരയിൽ നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കണ്ടൊരു കാഴ്ച, ഈ കണ്ടത്തിൽ വളർന്നു വരുന്ന നെല്ലിന്റെ വിത്തിൽ കുത്തുന്ന ഈച്ചകൾ ചത്തു വീഴുന്നു. പരീക്ഷണം നടത്തിയപ്പോഴല്ലേ കാര്യം മനസ്സിലായത്? ഈ വിത്ത് കുഴയ്ക്കാൻ ഉപയോഗിക്കുന്ന ഫൊർഡാൻ, ഇത് തയ്യാറാക്കുന്ന ഫൊർഡാൻ, ഇതിൽ ഉപയോഗിക്കുന്ന എൻഡോസൾഫാൻ, ഇത് ഉപയോഗിച്ച് ഈ വിത്തുകൾ വളരുകയാണ്. അപ്പോൾ ഈ വിത്തുകളുടെ പാലിനകത്ത് ഫൊർഡാന്റെ അംശം എത്തിയിരിക്കുന്നു. ഈച്ച കുത്തുന്ന വേളയിൽ അതിന് പോലും പിടിച്ചു നിൽക്കാൻ കഴിയാതെ ചത്തു വീഴുകയാണ്.
പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് രാത്രി ചോദിക്കട്ടെ, ഈ കച്ചിയല്ലേ പശു തിന്നുന്നത്? ആണോ? ആ പശുവിന്റെ പാലല്ലേ ഇതിൽ ചേർക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ചായ വിഷം, പാലും വിഷം. സ്തോത്രം. ചോറിന്റെ കാര്യം പറയുകയും വേണ്ട. ക്യാൻസർ രോഗം വന്നില്ലെങ്കിൽ അല്ലേ ഉള്ളൂ കാര്യം. ഈ നിലയിൽ കാര്യങ്ങൾ മുൻപോട്ട് പോയ ചരിത്രം എവിടെയെത്തും? ശാസ്ത്രം ഒരിക്കൽ അടിച്ചു പുറത്താക്കിയ 29ഓളം അത്യുഗ്രമായ മാരകശേഷിയുള്ള അതേ കീടനാശിനികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള മാരക രോഗങ്ങളെ ചരിത്രം ഇവിടെ തിരിച്ചുവിളിച്ചിരിക്കുമ്പോൾ ആത്മനിറവ് പ്രാപിച്ച ദൈവമക്കൾ അധികം താമസിക്കാതെ രക്ഷപ്പെടാൻ വേണ്ടി ചൂടുവെള്ളത്തിൽ കഴുകുകയോ ക്രമീകരണം ചെയ്യുകയോ ചെയ്യുന്നതിനേക്കാൾ നല്ലൊരു കാര്യം ഞാൻ പറയാം. അന്ത്യകാലത്തേക്ക് സഭ എത്തി നിൽക്കുന്ന കാഴ്ച വിശ്വാസ കണ്ണുകൾ ഉയർത്തി കാണുന്ന കൃപ ലഭിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി കണ്ണുയർത്തി കാണ്. മനുഷ്യന് പരിഹരിക്കാൻ കഴിയാത്ത മാരകാവസ്ഥയിലേക്ക് ചരിത്രം നീങ്ങുകയാണ്. ഇതിന് നടുവിൽ നിത്യതയ്ക്കായി ഒരുങ്ങിയിട്ടുള്ള ദൈവവൈദ്യൻ ഇതിനകത്തുണ്ടെങ്കിൽ നീയാണ് ധന്യൻ. കാലം എവിടേക്കാണ് നീങ്ങുന്നത് നിങ്ങൾക്കറിയാമോ? ഭൂകമ്പത്തിന്റെ തീവ്രത ഇവിടെ വർദ്ധിക്കുകയാണ്. 1994 സെപ്റ്റംബർ മാസം മഹാരാഷ്ട്രയിൽ ലത്തൂർ ജില്ലയിൽ ഒരു ഭൂകമ്പം ഉണ്ടായി. നോക്കി നിൽക്കെ 21 ഗ്രാമങ്ങൾ അപ്രത്യക്ഷമായി. 40,000-ഓളം പേർ മണ്ണോട് മണ്ണ് മാറി. അതിന്റെ ഭ്രംശരേഖകൾ തമിഴ്നാടിനെ കടന്ന്, ഗോവയെ കടന്ന്, കർണാടകയെ കടന്ന് നമ്മുടെ നാട്ടിലെ ആലപ്പുഴ തീരം വരെ എത്തി. അവിടെ നിന്നും അധികം താമസിക്കാതെ അത് ഇടുക്കി മൈനാവ് മേഖലയിലെത്തി. ഇടുക്കി മൈനാവ് മണ്ണ് എന്ന് പറയുന്നത് ഭൂകമ്പ പ്രഭവ കേന്ദ്രമായി മാറി. അതോടുകൂടെ മലയാളികൾക്ക് വിരളി മൂടും. കാരണം മറ്റൊന്നല്ല, 1890-കളിൽ കണ്ണങ്കിയുടെ ശാപത്തിൽ കത്തിയെരിയുന്ന സാധാരണക്കാരന് മധുരയിൽ കുടിവെള്ളം എത്തിക്കാൻ മധുരതാംകൂർ മഹാരാജാവ് കാട്ടിയ മഹാമനസ്കതയുടെ മുല്ലപ്പെരിയാർ ഡാമിന്റെ ഭൂഗർഭത്തിനകത്തേക്ക് നിരവധി ക്യൂബിക് മീറ്റർ വെള്ളം, കനിയടി വെള്ളം ഒഴുകി ഇറങ്ങത്തക്ക വിധം മുല്ലപ്പെരിയാർ ഡാമിന് വിള്ളൽ വീട് കഴിഞ്ഞു. അവിടെ നിന്ന് പൊട്ടിത്തകർന്നാൽ കോടിക്കണക്കിന് ടൺ കണക്കിന് വെള്ളം ഇടിച്ചു തകർത്ത് 40 മൈൽ ചുറ്റളവുള്ള സകലത്തെയും അടിച്ചുടച്ച് താഴേക്കിറങ്ങിയാൽ കേരളത്തിലെ 5 ജില്ലകളിലെ 47 ലക്ഷം പേർ മണ്ണിനടിയിൽ. എത്ര നാൾ കാര്യങ്ങൾ തുടരുമെന്നാണ് നിങ്ങൾ പറയുന്നത്? അമേരിക്കയുടെ റിപ്പോർട്ട് അനുസരിച്ച് 70-നും 80-നും ഇടയിലുള്ള 10 വർഷം കൊണ്ട് ഇവിടെ 50-ഓളം ഭൂകമ്പങ്ങളാണ് പ്രധാനമായും രേഖപ്പെടുത്തിയത്. 80-നും 90-നും ഇടയിലുള്ള കാലഘട്ടം കൊണ്ട് 80-ഓളം ഭൂകമ്പങ്ങളാണ് പ്രധാനമായി രേഖപ്പെടുത്തിയത്. എന്നാൽ 90-നും 94-നും ഇടയിൽ 4 വർഷം കൊണ്ട് 100 ഭൂകമ്പങ്ങളാകത്തക്ക വിധം ഭൂകമ്പത്തിന്റെ തീവ്രത ഉയർന്നു. 1995 മുതൽ ഓരോ വർഷവും 100-ലധികം ഭൂകമ്പങ്ങൾ ഉണ്ടാകത്തക്ക വിധം ഭൂകമ്പങ്ങളുടെ ക്രമങ്ങളോടെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ആത്മനിറവ് പ്രാപിച്ച ദൈവമക്കൾ ഇത് കാണുമ്പോൾ കണ്ണുയർത്തി നോക്കണം. ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ വീണ്ടെടുപ്പ് അടുത്ത് വരുന്ന നമ്മുടെ നിവർന്ന തലകളെ ഉയർത്തുക. നമ്മുടെ കർത്താവിന് മടങ്ങി വരും അടുക്കൽ വാതിക്കൽ തന്നെ. എന്റെ വാത്സല്യ സഹോദരങ്ങളെ, ഞാൻ ഇന്ന് രാത്രി ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഒരു ഭൂകമ്പം ഇവിടെ സംഭവിക്കണമെങ്കിൽ എന്റെ ദൈവം അനുവദിക്കണം. ഒരു കൊടുങ്കാറ്റ് ഇവിടെ സംഭവിക്കണമെങ്കിൽ എന്റെ ദൈവം അനുവദിക്കണം. ഒരു സൂപ്പർ സൈക്ലോൺ ഇവിടെ അടിച്ചിറങ്ങണമെങ്കിൽ എന്റെ ദൈവം അനുവദിക്കണം. എന്റെ ദൈവം അനുവദിക്കാതെ പ്രകൃതി ചലിക്കത്തില്ല എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി കണ്ണുയർത്തി കാണ്. ഒരു മലദൈവത്തെയല്ല, ഒരു വൃക്ഷ ദൈവത്തെയല്ല, ഒരു മൃഗദൈവത്തെയല്ല, ഒരു ശവദൈവത്തെയല്ല, ഒരു മൃതദൈവത്തെയല്ല, ഭൂമിയുടെ ഉന്നതങ്ങളുടെ മേൽ നടകൊള്ളുന്ന സൈന്യങ്ങളുടെ യഹോവ എന്ന നാമമുള്ള ഒരുവനെയാണ് കൃപ ലഭിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി സ്തോത്രം ചെയ്ത് ആരാധിക്കുന്നതെങ്കിൽ കണ്ണുയർത്തി നോക്ക്. അവന്റെ നാമത്തിന്റെ പുറകിൽ വിശേഷണമുണ്ട്. അവൻ പർവ്വതങ്ങളെ സൃഷ്ടിക്കുന്നവനാണ്. അവൻ കാറ്റിനെ നിർമ്മിക്കുന്നവനാണ്. അവൻ ആകാശത്തെ ചമച്ചവനാണ്. അവന്റെ കരം ചലിക്കാതെ ഈ പ്രകൃതി അനങ്ങില്ലെന്ന് ഓർക്കുക. ഞാൻ ഈ രാത്രി നിങ്ങളോട് ചോദിക്കട്ടെ, എങ്ങനെയാണ് ഭൂകമ്പം ഉണ്ടാകുന്നത്? എന്റെ മുമ്പിലിരിക്കുന്ന ശാസ്ത്രം അറിയാവുന്ന സാധാരണ വിദ്യാർത്ഥികൾക്കെല്ലാം അറിയാം ഭൂകമ്പം എങ്ങനെ ഉണ്ടാകുന്നത്. ഭൂമിയുടെ 40,000 മൈൽ ചുറ്റളവും 39,000 മൈൽ ക്രോസ് അളവുമുള്ള ഈ ഭൂഗർഭം എന്ന് പറയുന്ന മാൻഡിൽ തിളച്ച് ഉരുകുമ്പോൾ അതിന്റെ പുറത്തുള്ള 100 കിലോമീറ്റർ വരുന്ന അതിന്റെ ടെക്ടോണിക് പ്ലേറ്റുകൾ എന്നറിയപ്പെടുന്ന ഭൂവൽക്കത്തിന് മുകളിൽ ഉയർന്നു നിൽക്കുന്ന ഈ മണ്ണ് അതിന്റെ ഭൂഗർഭത്തിൽ പൊട്ടിക്കിടക്കുകയാണ്. എന്നോ ഒരു കാലത്തുണ്ടായ ഉൽക്കാപതനത്താൽ ഈ പ്ലേറ്റുകളിൽ സംഭവിച്ച തകർച്ചയിൽ മുറിഞ്ഞു പോകുന്ന പിഞ്ഞാൻ കഷണം പോലെ ടെക്ടോണിക് പ്ലേറ്റുകൾ ഭൂഗർഭത്തിൽ പൊളിഞ്ഞുപോയി. അതുകൊണ്ട് തന്നെ ഭൂഗർഭത്തിനകത്ത്
ഭൂമിയിലെ 4 കാറ്റ് പിടിച്ചുകൊണ്ട് ഭൂമിയുടെ 4 കോണിൽ നിൽക്കുന്നത് ഞങ്ങൾ. ഒന്ന് കാര്യം ഉയർത്തി സ്തോത്രം പറയാമോ? അത്ര ശബ്ദമില്ലായിരുന്നല്ലോ. കട്രീന, റീത്ത, വിൽമ എന്നുള്ളതൊന്നും സഹോദരിമാരുടെ പേരല്ല. എന്താണെന്ന് എന്റെ മുന്നിലിരിക്കുന്നതെന്ന് അവർക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. ഈ ഭൂമിമേൽ കാറ്റൂതാതിരിക്കേണ്ടതിന് അന്തരീക്ഷത്തിൽ കാറ്റിനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ദൂതന്മാരുണ്ട്. 9,30,00,000 മൈൽ അപ്പുറത്ത് നിന്ന് കത്തിച്ചൊലിക്കുന്ന 6000 ഡിഗ്രി സെൽഷ്യസിൽ അകം തിളയ്ക്കുന്ന സൂര്യതാപത്തെ നിയന്ത്രിപ്പാൻ സൂര്യനിൽ ഒരു ദൂതൻ നിൽക്കുന്ന കാഴ്ച വെളിപ്പാട് പുസ്തകം 16 16ന്റെ 5 വരുമ്പോൾ ജനാധിപതിയായ ദൂതൻ എന്ന പ്രയോഗം ശ്രദ്ധിക്കണം. അങ്ങനെയാണെങ്കിൽ ഭൂമിയിലെ മഹാസമുദ്രത്തെ പഞ്ചസാര മണൽ കൊണ്ട് അതിർ നിശ്ചയിച്ച ദൈവം അതിർത്തി കടന്ന് ഇരമ്പി ഉയരാതിരിപ്പാൻ ജലത്തിന്മേൽ നിയമിച്ചിരിക്കുന്ന ദൂതന്മാരുണ്ട്. അഭിഷിക്തരായ ദൈവമക്കളുടെ കാര്യം ഓർക്കണേ. വീണ്ടെടുപ്പ് പ്രാപിച്ച നമ്മൾ നിത്യ വീട്ടിൽ എത്തുന്നത് വരെ ഈ കാലാവസ്ഥയെ തകിടം മറിക്കാൻ പഴയ പാമ്പിന്റെ സൈന്യം ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവന്റെ പ്രവർത്തനത്തിന് ഈ പ്രകൃതിയെ വിട്ടുകൊടുക്കാതെ പ്രാർത്ഥിക്കുന്ന ദൈവജനം പാർക്കുന്ന ഇടങ്ങളെ സംരക്ഷിക്കാൻ ദൈവം കൽപ്പിച്ചാക്കിയ ദൈവത്തിന്റെ മിലിറ്ററി ഈ പ്രകൃതിയുടെ പുറകിൽ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഈ രാത്രി കണ്ണുയർത്തി നോക്ക്. കാറ്റിനെ പിടിച്ചിരിക്കുന്ന ദൂതൻ, സൂര്യനെ നിയന്ത്രിക്കുന്ന ദൂതൻ, ജലത്തെ നിയന്ത്രിക്കുന്ന ദൂതൻ. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ പ്രത്യേക സൈന്യവ്യൂഹം നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത മേഖലയിൽ ഈ പ്രകൃതിയെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തിരിച്ചൊരു ചോദ്യം, ഈ പ്രകൃതിയിൽ ഇവ എന്തെങ്കിലും നിലവിട്ടിളകിയാൽ അതിന്റെ ഉത്തരവാദി ആരാണ്? ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ തെളിവിന് വേണ്ടി ഒരു വേദഭാഗത്തേക്ക് പെട്ടെന്ന് വന്നിട്ട് ഇയ്യോബിന്റെ പുസ്തകം വേഗം വരിക. 37-ാം അധ്യായത്തിന്റെ 9, 12, 13 നോട്ട് ചെയ്ത് ശ്രദ്ധിക്കണം. അമേരിക്കക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. ദൈവത്തിന് സ്തോത്രം. ഇയ്യോബിന്റെ പുസ്തകം 37-ാം അധ്യായം 9, 12, 13 വേഗം. ദക്ഷിണമണ്ഡലത്തിൽ നിന്ന് കൊടുങ്കാറ്റും ഉത്തരദിക്കിൽ നിന്ന് കുളിരും വരുന്നു. കൊടുങ്കാറ്റിന്റെ ഉത്ഭവസ്ഥാനം ദക്ഷിണമണ്ഡലത്തിൽ നിന്ന്. അതിന്റെ 12, 13 അവൻ അവയോട് കൽപ്പിക്കുന്നതൊക്കെയും, കൊടുങ്കാറ്റിനോട് ദൈവം കൽപ്പിക്കുന്നതൊക്കെയും ഭൂമിയുടെ ഉപരിഭാഗത്ത് ചെയ്യേണ്ടതിന് അവന്റെ കൽപ്പന പ്രകാരം സഞ്ചരിക്കുന്നു. ഇത് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഇവിടെയുണ്ട്? കൊടുങ്കാറ്റിനോട് ദൈവം കൽപ്പിക്കുന്നതൊക്കെയും ചെയ്യേണ്ടതിന് അവന്റെ കൽപ്പന കാത്തുകൊണ്ട് ഭൂമണ്ഡലത്തിന് മുകളിൽ കൂടെ കൊടുങ്കാറ്റ് ചുറ്റി സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ പ്രകൃതി പ്രതിഭാസത്തിലെ കാറ്റടിക്കാൻ എന്റെ ദൈവത്തിന്റെ കരം അനുവദിക്കണമെന്ന് വിശ്വസിക്കുന്നെങ്കിൽ കൃപ ലഭിച്ച ദൈവമക്കൾ കണ്ണുയർത്തി നോക്ക്. ഈ പ്രകൃതിയിലെ കാറ്റിനെ പിടിച്ചു നിർത്തിയിരിക്കുന്ന ആ കരം അനുവദിക്കാതെ ഈ കാറ്റ് ചലിക്കില്ല. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എന്റെ മുന്നിലിരിക്കുന്ന സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് ഒന്ന് കണ്ണുയർത്തി നോക്കി. മിസിസിപ്പി നദി ഒഴുകുന്ന ന്യൂ ഓർലിയൻസ് 10 ലക്ഷം ആളുകൾ പാർക്കുന്ന പട്ടണത്തിന്റെ മേയർ ഒരു സോതോമ്യനായിരുന്നു. ചരിത്രം അറിയുന്നവരാണ് എന്നെ മുന്നിലിരിക്കുന്നത്. അവർ ഒരു കടൽ തീരത്തൊരു പ്രോഗ്രാം ചെയ്തു. മ്ലേച്ഛതയുടെ ഒരു പ്രോഗ്രാം. ഫ്ലോട്ടിംഗ് കാസിനോകളിൽ നഗ്നരായ സ്ത്രീകളും പെൺകുട്ടികളും നൃത്തം നടത്തിക്കൊണ്ടിരുന്ന ആ രാത്രിയിൽ അത്യുഗ്രമായ കൊടുങ്കാറ്റ് ആ മണ്ണിനെ അടിച്ചു തകർത്തിട്ട് അവിടുത്തെ വൻപന്മാരുടെ ശവങ്ങൾ സമുദ്രത്തിന് ഊണാക്കി കൊടുക്കാൻ പ്രകൃതിയുടെ പുറകിൽ ദൈവത്തിന്റെ കരം ചലിച്ചെങ്കിൽ എന്റെ മുന്നിൽ ദൈവത്തെ ആരാധിക്കുന്ന ദൈവങ്ങൾ കണ്ണുയർത്തി നോക്ക്. ഈ പ്രകൃതിയുടെ പുറകിൽ ചലിക്കുന്ന മനുഷ്യന്റെ കരമല്ല, ദൈവത്തിന്റെ കരമാണ്. മയക്കുമരുന്ന് മാഫിയ കേന്ദ്രമായ ഫ്ലോറിഡയിലെ മയാമി അത്യുഗ്രമായ കൊടുങ്കാറ്റ് അവിടെ അടിച്ചു തകർത്തപ്പോൾ തലേ ദിവസങ്ങളിലെ ചില 10 റിപ്പോർട്ടുകൾ നമ്മൾ ഞെട്ടലോടെ വായിക്കണം. അവിടെ നടന്ന പല മ്ലേച്ഛതകളുടെ വാർത്തകൾ കേട്ടാൽ നീതിയോടെ വിധിക്കുന്ന ഒരുവന്റെ കരം ഇതിന്റെ പുറകിൽ ചലിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി കൃപ ലഭിച്ച ദൈവമക്കൾ കണ്ണുയർത്തണം. നാം ഒരു ചൊവ്വാഴ്ച ചില വർഷങ്ങൾക്ക് പുറകിൽ ഗാഠമായി ഉറങ്ങിയപ്പോൾ ഒരു പ്രത്യേക സ്ഥലത്ത് ദൈവത്തിന്റെ കരം ചലിച്ചു. നമുക്കറിയാം, എയ്ഡ്സ് വ്യാപകമാകുകയാണ്. അക്യൂട്ട് ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്നറിയപ്പെടുന്ന ആ മാരക രോഗം വ്യാപിക്കുന്നു. എൻസൈക്ലോപീഡിയയിലേക്ക് നോക്ക്. ഇത് ഉത്ഭവിച്ചത് എവിടെയാണ്? 12ഓളം കനേഡിയൻ യുവാക്കന്മാർക്ക് ഇത് ഹെയ്ത്തിയിൽ നിന്ന് കിട്ടുന്നത് വരെ പുറം ലോകം ഇതിനെക്കുറിച്ച് അറിഞ്ഞില്ല. 80കളിൽ 12ഓളം കനേഡിയൻ യുവാക്കന്മാർക്ക് ഈ മാരക
7.9 രേഖപ്പെടുത്തിയ ഒരു ഭൂകമ്പത്തിൽ ആ മണ്ഡലത്തിൽ പിടിച്ചു കുലുക്കി 80,000 പേർക്ക് ശവക്കുഴി തോണ്ടിക്കൊണ്ട് ദൈവത്തിന്റെ കരം ഹെയ്ത്തിയിൽ പറന്നിറങ്ങുകയാണെങ്കിൽ കൃപ പ്രാപിച്ച ദൈവമക്കൾ തിരിച്ചറിയട്ടെ, ഇതിന്റെ പുറകിൽ ചലിക്കുന്ന മനുഷ്യന്റെ കരമല്ല, മഹാദൈവത്തിന്റെ കരം തന്നെയാണ്. ഞാൻ ചോദിക്കട്ടെ, എന്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കറിയാം, ആ ബാരിപ്പേടയിലെ കുഗ്രാമത്തിൽ 2 കുഞ്ഞുങ്ങളോടുകൂടെ കിടന്നുറങ്ങിയ ഗ്രഹാം സ്റ്റെയിൻസ് അന്ന് രാത്രിയിൽ ദാരാ സിംഗിന്റെ നേതൃത്വത്തിലെ ഒരുപറ്റം ആളുകൾ വണ്ടിയുടെ അടുക്കിലേക്ക് അടുത്തു. ആദ്യം എണ്ണയൊഴിച്ചു കത്തിക്കാൻ ശ്രമിച്ചപ്പോൾ പിൻഡോർ തുറന്ന് കുഞ്ഞുങ്ങളെ വാരിപ്പിടിച്ചുകൊണ്ട് ആ പിതാവ് പുറത്തോട്ട് വരാൻ ശ്രമിച്ചു. തൃശൂലം കൊണ്ട് അകത്തോട്ട് കുത്തി മരത്തിയിട്ട് വീണ്ടും എണ്ണയൊഴിച്ച് കത്തിക്കുന്ന സമയം ആ ജീവിതങ്ങൾ അതിൽ പിടഞ്ഞു മരിച്ചു. കരിക്കട്ട പോലെയായി മാറിയ ബോഡികൾ കണ്ണുനീരിൽ കുതിർന്ന അന്ത്യയാത്ര പറഞ്ഞ് ആ മണ്ണിൽ ശവസംസ്കരിച്ചപ്പോൾ ചോദിക്കാനും പറയാനും ആരുമില്ലെന്നാണ് ഓർത്തത്. എന്നാൽ അധികം താമസിക്കാതെ അത്യുഗ്രമായ സൂപ്പർ സൈക്ലോൺ ആ മണ്ണിനെ നക്കി തുടച്ചപ്പോൾ ഇതിന്റെ പുറകിൽ ചലിക്കുന്ന ഒരു കരമുണ്ടെന്ന് ചരിത്രത്തിൽ മനസ്സിലായി. എന്റെ മുൻപിൽ നിന്ന് ദൈവത്തെ ആരാധിക്കുന്ന കൃപ ലഭിച്ച ദൈവമക്കൾ കണ്ണുയർത്തി നോക്ക്. ഈ പ്രകൃതിയുടെ പുറകിൽ ചലിക്കുന്ന ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി കാര്യങ്ങളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ അറിയാതെ ഇവിടെ ഒന്നും സംഭവിക്കില്ല. നിങ്ങൾക്കറിയാമോ, ഇന്ത്യൻ പ്ലേറ്റും ബർമീസ് പ്ലേറ്റും തമ്മിൽ ഭൂഗർഭത്തിൽ ഒന്ന് ഉരസിയതോടുകൂടെ ഇന്തോനേഷ്യക്ക് സമീപം സുമാത്ര ദ്വീപിന്റെ ഭൂഗർഭത്തിൽ അത്യുഗ്രമായ ചലനമുണ്ടായി. കടൽ കരിതുള്ളി ഇരമ്പി 700 കിലോമീറ്റർ വേഗതയിൽ പാഞ്ഞ കടൽ സമുദ്ര തീരങ്ങളെ നക്കിത്തുടച്ചു. ഏഷ്യയ്ക്കും ദുരന്തം കിട്ടി. സുനാമി ഒരു സൂചനയായി വന്നു. പക്ഷേ ആരംഭിച്ച ഡേറ്റ് ഓർമ്മയുണ്ടോ? ഒരു ഡിസംബർ 24. ചരിത്രം നിങ്ങൾ അറിയണം. അവിടെ നടക്കുന്ന ക്രിസ്തീയ പ്രോഗ്രാമുകൾ മുസ്ലിം തീവ്രവാദികൾ പറഞ്ഞു പറ്റില്ല, ഇവിടെ നടത്താൻ പറ്റില്ല. ഒരു തെരുവിൽ നടന്ന മുസ്ലിം തീവ്രവാദികളുടെ പ്രോഗ്രാമിൽ 4 പേരുടെ 2 ക്രൈസ്തവ സഹോദരങ്ങളുടെയും 2 ക്രൈസ്തവ സഹോദരിമാരുടെയും കഴുത്ത് വെട്ടിയിട്ട് 2 വശത്തും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവർ നൃത്തം ചെയ്തു. ഒരു ഭയമുന്നറിയിപ്പ് നൽകി. യോഗം അത്യാവശ്യമുണ്ടെങ്കിൽ മലമുകളിലേക്ക് ഓടിപ്പോയിക്കൊള്ളണം. ഒറ്റ ക്രൈസ്തവനെ സമതലത്തിൽ കാണരുത്. ആ 24-ാം തീയതി രാത്രി അത്യുഗ്രമായ ഭൂകമ്പം ആ മണ്ണിനെ വേട്ടയാടി. ആയിരങ്ങൾ മണ്ണോട് മണ്ണ് മാറി. ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം ഞാൻ പറയാം. ഒറീസയിൽ ചലിച്ച ദൈവത്തിന്റെ കരം, ഇന്തോനേഷ്യയിൽ ചലിച്ച ദൈവത്തിന്റെ കരം, ന്യൂ ഓർലിയൻസിൽ ചലിച്ച ദൈവത്തിന്റെ കരം, മയാമിയിൽ ചലിച്ച ദൈവത്തിന്റെ കരം, ഹെയ്ത്തിയിൽ ചലിച്ച ദൈവത്തിന്റെ കരം നിന്നു പോയിട്ടില്ല, ഉറക്കം തൂങ്ങിയിട്ടില്ല, മൗനവ്രതത്തിലല്ല. ഇന്ന് രാത്രിയും നീതിയോടെ വിധിച്ചുകൊണ്ട് ഇതിന്റെ പുറകിൽ ചലിക്കുന്നുണ്ട്. കൃപ ലഭിച്ച ദൈവമക്കൾ കണ്ണുയർത്തി നോക്കട്ടെ. ഇസ്രായേലേ, ഇത് ഞാൻ നിന്നോട് ചെയ്യും, ഇത് ഞാൻ നിന്നോട് ചെയ്യുവാനിരിക്കുകൊണ്ട് നിന്റെ ദൈവത്തെ ഒരുങ്ങിക്കൊള്ളുക. ഒരു വ്യക്തിക്കും പിടിച്ചു നിർത്താൻ കഴിയാത്ത വിധത്തിലുള്ള ന്യായവിധി അമേരിക്കയുടെ പുറകിൽ വരുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ കണ്ണുയർത്തി ഇന്ന് രാത്രി കാണട്ടെ. എന്റെ ദൈവത്തിന്റെ കരം ഇതിന്റെ പുറകിൽ ചലിക്കും. ഒരു പഴഞ്ചൻ കപ്പലിൽ ദൈവാരാധനയുടെ സ്വാതന്ത്ര്യം പ്രതീക്ഷിച്ചുകൊണ്ട് അമേരിക്കയിലെത്തിയ പൂർവ്വപിതാക്കന്മാരെന്ന ആ പ്യൂരിറ്റൻ പിതാക്കന്മാരുടെ പിന്മുറക്കാർ തങ്ങളുടെ ഡോളറിൽ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന പ്രിന്റ് ഔട്ട് പുറത്തിറക്കിക്കൊണ്ട് തങ്ങളുടെ കോളേജുകളിലും സ്കൂളുകളിലും ഹോസ്പിറ്റലുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലും ബൈബിൾ തുറന്ന് പ്രദർശിപ്പിച്ച് സുവിശേഷത്തിന് പ്രാധാന്യം നൽകി ഈ മണ്ണിൽ ആ രാത്രിയിൽ സോദോമിലെത്തിയ 2 ദൂതന്മാർ, സ്തോത്രം, അവിടെ നിൽക്കും അളവിൽ സോദോമിലെ സകല സ്ത്രീ പുരുഷന്മാർ, ചെറുപ്പക്കാർ, ആബാലവൃദ്ധർ ആ വീടിന് വാതുക്കൽ കൂടിയിട്ട് ആണോടാണ് അവലക്ഷണമായി ചെയ്യേണ്ടതിന് അവിടെ പൊളിച്ചു തകർത്തകത്ത് കയറാൻ ശ്രമിച്ച ആ രാത്രി ദൈവത്തിന്റെ ന്യായവിധി ആകാശത്ത് നിന്ന് അഗ്നിഗന്ധകമായി കത്തിയിറങ്ങിയെങ്കിൽ വിശുദ്ധിക്ക് വേണ്ടി നിന്ന പിതാക്കന്മാരുടെ പിന്തലമുറക്കാർ പ്രമാണം വിട്ടാൽ അതിന്റെ പുറകെ ദൈവത്തിന്റെ കരം ചലിക്കും എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി കണ്ണുയർത്തി നോക്കട്ടെ. എന്റെ ദൈവത്തിന്റെ കരം ഇതിന്മേൽ ചലിക്കാൻ തുടങ്ങുകയാണ്. ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം ഞാൻ പറയാം. കരയുന്ന ചില ദൈവമക്കൾ അവിടെവിടങ്ങളിൽ ഉള്ളത് കൊണ്ട് എന്റെ ദൈവം
ഒഴുക്കിനൊത്ത് ഒഴുകുന്ന ഒരു പെന്തക്കോസ്ത് സമൂഹത്തെയല്ല, ഈ ഒഴുക്കിനെതിരെ വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്ന ഒരു സമൂഹത്തെ ദൈവം ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ദൈവാത്മാവ് ചില വ്യക്തികളെ ഒരുക്കുകയാണ്. കരയാൻ എത്ര പേർ തയ്യാറാകും? സമയം അതിക്രമിച്ചിട്ടില്ല. ഇന്ന് രാത്രിയിൽ കവണ വീഴാൻ തയ്യാറാകട്ടെ. എന്റെ ദൈവത്തിന്റെ കരം ഇവിടെ ഉയരാൻ തുടങ്ങുകയാണ്. പല വ്യക്തികളുടെ മേലും സാത്താൻ പിടിമുറുക്കി കഴിഞ്ഞു. പല കണ്ണുകളെയും പിശാചാധിപത്യം പുലർത്തി കഴിഞ്ഞു. പല ഹൃദയങ്ങളിലും മ്ലേച്ഛത തടം കെട്ടിക്കഴിഞ്ഞു. ന്യായവിധിക്ക് വേണ്ടി ദൈവത്തിന്റെ കരം ഉയരുകയാണ്. ഈ പ്രകൃതിയുടെ പുറകിൽ ദൈവത്തിന്റെ കരം ചലിക്കുകയാണ്. കട്രീന, റീത്ത, വിൽമ കൊടുങ്കാറ്റുകളുടെ പുറകിൽ ദൈവത്തിന്റെ കരം ചലിച്ചെങ്കിൽ എന്റെ ദൈവം അറിയാതെ ഈ പ്രകൃതി പ്രതിഭാസം ചലിക്കയില്ലെങ്കിൽ കൃപ ലഭിച്ച ദൈവമക്കൾ കണ്ണുനീരോടെ ഈ രാത്രി പ്രാർത്ഥിക്കട്ടെ. ന്യായവിധിയിൽ ഈ രാജ്യത്തെ വിടുവിക്കണമേ. ഞാനും ആ ന്യായവിധിയിൽ പെടാതിരിപ്പാൻ എന്നെ കരങ്ങൾ കൈമാറുമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ രാത്രി വാ തുറന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. ഗ്ലോറി, രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. നീ ഇത് ചെയ്തു, ഞാൻ മിണ്ടാതെ ഇരുന്നു, ഞാൻ നിന്നെ പോലെ ഉള്ളവരെന്ന് നിരൂപിച്ചു, ഞാൻ നിന്നെ ശാസിച്ചു, നിന്റെ കണ്ണിന് മുൻപിൽ നിരത്തി വയ്ക്കും. ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളി, അല്ല ഞാൻ നിന്നെ കീറിക്കളയും. വിടുവിപ്പാൻ ആരും ഉണ്ടായിരിക്കുകയില്ല. നീതിമാൻ പ്രതിക്രിയ കണ്ട് ആനന്ദിക്കും. അവൻ തന്റെ കാൽ ശത്രുക്കളുടെ രക്തത്തിൽ മുക്കും. ആകയാൽ നീതിമാന് പ്രതിഫലമുള്ള നിശ്ചയം. ഭൂമിയിൽ ന്യായം വിധിക്കുന്ന ദൈവമുണ്ട് നിശ്ചയമെന്ന് മനുഷ്യർ പറയും. മുഖപക്ഷം കൂടാതെ ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നാം പിതാവ് എന്ന് വിളിക്കുന്നുവെങ്കിൽ നമ്മുടെ പ്രവാസകാലം ഭയത്തോടെ കഴിക്കാം. നാം അവൻ ദഹിപ്പിക്കുന്ന അഗ്നിക്ക് മുൻപിൽ ഇരിക്കുന്ന ബോധ്യത്തോടെ ദൈവത്തിന് കവണ വീഴുന്ന വ്യക്തികളെ ദൈവാത്മാവ് രാത്രി അന്വേഷിക്കുകയാണ്. ഒരു നിമിഷം ശബ്ദമുയർത്തി ആത്മനിറവിൽ പ്രാർത്ഥിക്കേണ്ടതിന് നമ്മുടെ അധരങ്ങളുടെ പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. എല്ലാവരും ഒരു നിമിഷം ദൈവസന്നിധിയിൽ എഴുന്നേറ്റട്ടെ. വീശിയടിക്കുന്ന ഒരു കാറ്റ് പോലെ, പെയ്തിറങ്ങുന്ന ഒരു മഴ പോലെ ഇന്ന് രാത്രി യോഗത്തിൽ ദൈവാത്മാവിന്റെ ചലനം വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച ആത്മാവിൽ അറിയുകയാണ്. യേശുവിന്റെ കണ്ണുകൾ രാത്രി ഇവിടെ ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. നിനക്ക് നിന്നെ അറിയാവുന്നതിനേക്കാൾ നിന്നെ അറിയാവുന്ന യേശു ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. അഭിഷിക്തരായ ദൈവമക്കളെ ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. പ്രകൃതി ലഭിച്ച ദൈവമക്കൾ ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. വാ തുറന്ന് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിന്റെ ശബ്ദം ഇന്ന് രാത്രി ഉയരട്ടെ. നമുക്ക് നമ്മെ അറിയാവുന്നതിനേക്കാൾ നമ്മെ അറിയാവുന്ന യേശുവിന്റെ കണ്ണുകൾ ഇന്ന് രാത്രി ഇതിനകത്ത് ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇതുവരെ പകരപ്പെട്ടിട്ടില്ലാത്ത ഒരാത്മവ്യാപാരത്തിന്റെ തൈല നദി ആരാധിക്കുന്ന തന്റെ ജനത്തിന് വേണ്ടി ഈ പ്രാർത്ഥന കൂടിവരവിൽ, ഈ കോൺഫറൻസിന്റെ ഒടുവിലത്തെ മിനിറ്റുകളിൽ, ഈ രണ്ടാം ദിവസം രാത്രിയിൽ ദൈവാത്മാവ് പകരുന്ന രാത്രി ശബ്ദമുയർത്തി അപ്പന്റെ മുൻപിൽ കുഞ്ഞു കരയുന്നത് പോലെ, അമ്മയുടെ മുൻപിൽ പൈതൽ നിലവിളിക്കുന്നത് പോലെ ഒരു അജണ്ട കൂടാതെ വാ തുറന്ന് പറയാൻ എത്ര നാവുകൾ ഉയരും. ദൈവമക്കൾ കർത്താവിന്റെ സന്നിധിയിൽ വാ തുറന്ന് പ്രാർത്ഥിച്ചോട്ടെ. ഈ പ്രകൃതിയുടെ പുറകിൽ ദൈവത്തിന്റെ കരം ചലിക്കുന്നു. ഈ പ്രകൃതിയുടെ പുറകിൽ ദൈവത്തിന്റെ കരം ചലിക്കുന്നു. കുഞ്ഞേ, അമേരിക്കയുടെ പുറകിൽ ദൈവത്തിന്റെ കരം ചലിക്കുന്നു. ലോകരാഷ്ട്രങ്ങളുടെ പുറകിൽ ദൈവത്തിന്റെ കരം ചലിക്കുന്നു. ഇന്ന് രാത്രി വാ തുറന്ന് കർത്താവിനോട് പറയാം. ആദിമ വിശുദ്ധിയിലേക്ക്, ആദിമ ഭക്തിയിലേക്ക്, ആദിമ ദർശനത്തിലേക്ക്, ദൈവിക വെളിപ്പാടുകളിലേക്ക്, കൃപാവരങ്ങളുടെ ആടുകളിലേക്ക്, പ്രവചന ദൂതുകളിലേക്ക് നാളെ നടത്തുവാൻ ശത്രു ഒരുക്കുന്ന കളികളെ ഇന്ന് പ്രാർത്ഥനാ മുറിയിൽ കണ്ട് അതിന് ജയമെടുക്കുന്ന ഒരു പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് മടങ്ങി വരണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവമക്കൾ ദൈവസന്നിധിയിൽ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചാട്ടെ. രണ്ട് കരങ്ങളും ദൈവസന്നിധിയിൽ ഒന്ന് ഉയർത്തിപ്പിടിക്കാം. സ്തോത്രമല്ല, ഒരു നിലവിളിയുടെ ശബ്ദം ദൈവത്തിലേക്ക് ഉയരട്ടെ. ശരീരത്തെ ഗ്രസിക്കുന്ന ഏതൊക്കെ മാരക രോഗങ്ങൾ നിന്നെ കാത്തിരിക്കുന്നുണ്ട് ആർക്കറിയാം? അത്യുഗ്രമായ ഭീകര സംഭവങ്ങൾ ഈ മണ്ണിന്റെ മാർവിൽ നടക്കാൻ ദിവസങ്ങൾ അടുത്തോ ആർക്കറിയാം? ഏതായാലും ഒരു വസ്തുത യാഥാർത്ഥ്യമാണ്. ഈ ദൂതിവിടെ മുഴങ്ങുന്നതിന് പുറകിൽ ദൈവത്തിന് ഉദ്ദേശമുണ്ട്. ചില വ്യക്തികളെ പണിതെടുക്കുവാൻ പരിശുദ്ധാത്മാവ് നൽകുന്ന സന്ദേശത്തിന്റെ ഭാഗമാണ് ഇന്ന് രാത്രി ഈ പുൽപ്പിറ്റിൽ മുഴങ്ങുന്ന ദൂത്. അക്കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വാ തുറന്ന് കരയാൻ എത്ര പേർ തയ്യാറാകും? ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ. ഇടത്തും വലത്തും നിൽക്കുന്നവരെ നോക്കണ്ട, മുൻപിലും പുറകിലും നിൽക്കുന്നവരെ നോക്കണ്ട. പ്രസംഗം ചില മിനിറ്റുകൾ പോലും അവസാനിക്കും. അന്യഭാഷ പറയാനല്ല അനുതാപത്തിന്റെ കണ്ണു
ശമരിയാക്കാരിയുടെ ജീവിത ചരിത്രം നന്നായി വായിച്ചവന്റെ കണ്ണുകൾ ഇതാ ഈ ഓഡിറ്റോറിയത്തിൽ എത്തിയിരിക്കുന്നു. യേശുവിന് നിന്നെ നന്നായിട്ട് അറിയാം. രാത്രി തകർന്ന ഹൃദയത്തോടെ, നനഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ എന്നെ തരുന്ന കർത്താവേ, എനിക്ക് മടങ്ങി വരണം എന്ന് പറയുന്ന പ്രിയപ്പെട്ടോ, ആ രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു നിമിഷം കർത്താവിനോട് വ്യക്തിപരമായി സംസാരിച്ചാണ്. ഗ്ലോറി, ഹല്ലേലൂയ. ശബ്ദം ഉയരട്ടെ, എല്ലാവരുടെയും വായിന്ന് പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. പ്രാർത്ഥനയുടെ ശബ്ദം എല്ലാ വ്യക്തികളുടെയും വായിന്ന് ഉയരട്ടെ. രാപ്പകൽ ഭേദമന്യേ ദൈവത്തെ ആരാധിച്ച ദൂതഗണങ്ങൾ പാപം ചെയ്തപ്പോൾ കടന്നിരുന്നു പൊക്കോട്ടൊന്ന് വയ്ക്കാതെ, കണ്ണടച്ചു വിടാതെ വെട്ടിയെറിഞ്ഞ ദൈവമാണ് ഇന്ന് രാത്രി നാം സ്തോത്രം പറഞ്ഞ് ആരാധിക്കുന്ന ദൈവമെങ്കിൽ, അനന്യ സഫീറമാർ സാമ്പത്തിക വിഷയത്തിൽ അവിശ്വസ്തത കാണിച്ചപ്പോൾ ബാല്യക്കാരെ കൊണ്ട് ശവക്കുഴി വെട്ടിച്ച ദൈവമാണ് ഇന്ന് രാത്രി നാം സ്തോത്രം പറഞ്ഞ് ആരാധിക്കുന്ന ദൈവമെങ്കിൽ, അവന്റെ മുൻപിലാണ് രാത്രി നാം നിൽക്കുന്നത് എന്ന ചിന്ത നമ്മെ ഭരിച്ചാൽ നമ്മൾ തകരാതിരിക്കയില്ല. ആ കരം രണ്ട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിനോട് വ്യക്തിപരമായി സംസാരിക്കും. യെസ്, ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ രാത്രി എന്നെ കഴുകണമേ കർത്താവേ, എന്നെ കഴുകണമേ കർത്താവേ എന്ന് വ്യക്തിപരമായി കർത്താവിനോട് സംസാരിക്കും. ആ ഉയർത്തിയ കരങ്ങൾ ഒരു നിമിഷം നിങ്ങൾ നിങ്ങളുടെ നെഞ്ചോട് ഒന്ന് ചേർത്ത് വെച്ചാൽ, പാസ്റ്റർ രാജു മേത്രയുടെ മുൻപിൽ പ്രദർശിപ്പിക്കപ്പെടുവാനല്ല, മറ്റൊരാളുടെ മുൻപിൽ കാണിക്കുവാനുമല്ല, ചങ്കിന് നേരെ ചാട്ടുളി പോലെ വിരൽ ചൂണ്ടുന്ന ഒരു ദൈവശബ്ദം. നിന്റെ ജീവിതം ഇന്ന് എവിടെ നിൽക്കുന്നു? ഓടിച്ചു കൊണ്ടുപോകുന്ന വാഹനത്തിന് മുൻപിൽ സ്റ്റോപ്പ് എന്ന റെഡ് സിഗ്നൽ കണ്ടാൽ ബ്രേക്ക് ചെയ്ത് വണ്ടി പുറകോട്ടെടുക്കാൻ ശ്രമിക്കുന്നത് പോലെ ജീവിതം ഇന്ന് പോകുന്ന വഴിയിൽ നിന്നും ഒന്ന് ടേൺ ചെയ്യാൻ തയ്യാറാകുമോ? അതോ ന്യായവിധി ഏറ്റെടുക്കുമോ? ആരോടൊക്കെയോ ദൈവാത്മാവ് യാത്രയിൽ പുൽപ്പിത്തിന് മുന്നിൽ ഇടപെടുന്നു. ദൈവശബ്ദത്തിന് മുൻപിൽ കരയാൻ എത്ര പേര് ഇവിടെയുണ്ട്? കണ്ണുനീർ ഒഴുക്കാൻ എത്ര പേര് ഇവിടെയുണ്ട്? ഈ രാത്രി ഇതുവരെ എടുക്കാത്ത ഒരു പ്രതിഷ്ഠയുടെ, ഒരു തീരുമാനത്തിന്റെ രാത്രിയായി ദൈവാത്മാവ് നമ്മെ വിളിക്കുന്നു. ഒരിക്കൽ കൂടെ ഞാൻ പറഞ്ഞവസാനിപ്പിക്കട്ടെ. കാറ്റിനെ പിടിച്ചിരിക്കുന്ന ദൂതന്മാരുണ്ട്. ഓർക്കുക, കാലാവസ്ഥയെ നിയന്ത്രിക്കുന്ന ദൂതന്മാരുണ്ട്. ഒരു നിമിഷം നിങ്ങൾ കണ്ണ് തുറന്ന് ശ്രദ്ധിക്കുമ്പോൾ ആത്മപ്രേരണ കൂടി ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കണം. ഒരു നിമിഷം കണ്ണു തുറന്നാട്ടെ. ദാനിയേൽ പ്രവചനം 4-ാം അധ്യായത്തിൽ കാളയെ പോലെ നെബൂഖദ്നേസറിനെ പുല്ല് തീറ്റിക്കുന്ന വിവരത്തെ സംബന്ധിച്ച് ഈ വിധി ദൂതന്മാരുടെ നിർണയം എന്ന് കൊടുത്തിട്ടുണ്ട്. അവിടെ ദൂതന്മാരെന്ന വാക്കിൽ ഹോളി വാച്ചേഴ്സ്, വിശുദ്ധ നിരീക്ഷകർ എന്നാണ്. ആത്മപ്രേരണയിൽ സഹോദരി, സഹോദര, ഇന്ന് രാത്രി ഒരു കർത്തൃദാസൻ എന്ന നിലയിൽ ഞാൻ പറയുന്നു, ദൈവമാക്കി വെച്ചിരിക്കുന്ന വിശുദ്ധ വാച്ചേഴ്സ് നിന്റെ നഗ്ന നേത്രങ്ങൾക്ക് കാണാൻ കഴിയാത്ത വിധത്തിൽ നിന്റെ സ്വകാര്യതകളെ നിരീക്ഷിക്കുന്നുണ്ട്. അവർ വേഗത്തിൽ സ്വർഗത്തിന്റെ ജുഡീഷ്യറിക്ക് മുൻപിൽ റിപ്പോർട്ട് നൽകുകയും ആ വിധി നിന്റെ മേൽ ഇറങ്ങുകയും ചെയ്യുന്നതിന് മുൻപ് ആ പാദത്തിൽ കവിള വീഴാൻ ദൈവം വിളിക്കുന്ന രാത്രിയാണ് ഈ രാത്രി. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഈ രാത്രി ഒരുങ്ങുക. ഈ രാത്രി ഈ ദൂതിന് മുൻപിൽ ഞാൻ എന്നെ സമർപ്പിക്കുന്നു. എനിക്ക് പ്രാർത്ഥന വേണം. ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവർ ആ വലത് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചാട്ടെ. ആത്മാർത്ഥമായി പരപ്രേരണയുള്ള ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവർ ആ കരം ഉയർത്തിപ്പിടിച്ചാട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഗ്ലോറി, ഹല്ലേലൂയ. പരിശുദ്ധനായ ഞങ്ങളുടെ പ്രിയ കർത്താവേ, ഈ കരങ്ങളെ തേജസ്സിന്റെ കരങ്ങളിൽ ഇന്ന് രാത്രി കൈമാറുന്നു. ദ്രവത്വമില്ലാത്ത തേജസ്സിന്റെ കരം ഇന്ന് രാത്രി കരങ്ങളുടെ മേൽ ഇറങ്ങിപ്പിടിക്കണമേ. ഇരുട്ടിന്റെ ശക്തികൾ ബന്ധിച്ച് നിത്യ നരകത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്നതിന് പ്രിയപ്പെട്ടവർ ഈ രാത്രി വിടുവിക്കപ്പെടുന്ന രാത്രിയാക്കണമേ. കരം ഇതിന്റെ പുറകിൽ ഉയരുന്നത് കൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ
ശ്രദ്ധിക്കുക, ഭയത്തോടെ കേൾക്കുക. കർത്താവിനെ എതിരേൽപ്പാൻ ഒരുങ്ങുക. കാലം അന്ത്യത്തിലെത്തി നിൽക്കുന്നു.